എച്ചിലായിരിക്കണം അവൻ്റെ ഭക്ഷണം. ഒരു മനുഷ്യനെ അവൻ്റെ അന്തസ്സിനെ എത്രമാത്രം ചവിട്ടി തയ്ക്കുന്ന പരിപാടിയാണത്. അതിൽ തീർത്ത രാജാവിൻ്റെ പ്രതിമയേക്കാൾ വിലയും പവിത്രതയും ചേരിയിൽ കിടക്കുന്ന സാധാരണക്കാരനായ മനുഷ്യനും ഉണ്ടെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് രാഷ്ട്രീയമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യം, ഇസ്ലാം മതത്തിനകത്ത് രാഷ്ട്രീയമുണ്ടോ? ഉണ്ട്. ഹിന്ദു മതത്തിനകത്ത് രാഷ്ട്രീയമുണ്ടോ? ഉണ്ട്. അപ്പോൾ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ബൈബിളിൽ രാഷ്ട്രീയമുണ്ടോ എന്നുള്ളതാണ്. ബൈബിളിൽ രാഷ്ട്രീയമുണ്ടോ? ബൈബിളിലും കൃത്യമായിട്ട് രാഷ്ട്രീയമുണ്ട്. വളരെ വ്യക്തമായി തന്നെ അത് പറയുന്നുണ്ട്. കാരണം ബൈബിളിൽ ദൈവത്തിനൊരു രാഷ്ട്രമുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കണം, മോശെ ഇത് പറഞ്ഞത് 3500 കൊല്ലം മുൻപാണ്. 3500 കൊല്ലം മുമ്പ് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ പ്രഖ്യാപനമൊക്കെ നടത്തുന്നതിനും എത്രയോ 1000 വർഷങ്ങൾക്ക് മുൻപാണ് മോശെ ഇത് പറഞ്ഞത്. നമ്മൾ ഓർക്കണം, മോശയെ കൊണ്ട് ദൈവം എഴുതിപ്പിക്കുകയാണ്. അത് ചില വ്യക്തികൾക്ക് മാത്രമുള്ളതല്ല, സകല മനുഷ്യർക്കും ഉള്ളതാണ്. സകല മനുഷ്യരും ദൈവത്തിൻ്റെ സ്വരൂപമാണ്. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് രാജാതിരാജാവായി വാഴുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ. സാക്ഷിയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള സഹോദരി സഹോദരന്മാർക്ക്, പ്രത്യേകിച്ച് സരൂപ് ബ്രദറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. ഭയത്തിൻ്റെ രാഷ്ട്രീയം അരങ്ങുവാഴുന്ന ഈ കാലത്ത് പലരും ധൈര്യപ്പെടാത്തൊരു കാര്യമാണ് വലിയ ധൈര്യത്തോടെ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നത്. മുമ്പൊക്കെ ഈ സംഘപരിവാറിനെതിരെ സംസാരിക്കുന്നതായിരുന്നു സംഘികളുടെ കണ്ണിൽ രാജ്യദ്രോഹ കുറ്റമെങ്കിൽ ഇന്ന് അതിന് മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ സംഘപരിവാറിനെതിരെ സംസാരിക്കണമെന്നൊന്നുമില്ല, ബൈബിളിലെ സത്യങ്ങൾ നമ്മൾ പറഞ്ഞാലും മതി. ബൈബിളിലെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാലും അത് രാജ്യദ്രോഹമായി മുദ്രകുത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കേരളത്തിൽ ക്രൈസ്തവർക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ള ക്രിസ്ത്യാനികൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബൈബിൾ കയ്യിൽ പിടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ക്രിസ്ത്യാനികൾക്കുള്ളത്. പുറത്തിറങ്ങണമെന്ന് തന്നെ ഇല്ല. ഞായറാഴ്ചകളിൽ ആരാധന, സഭയ്ക്കകത്ത് ആരാധന നടക്കുന്ന സമയത്ത് അതിനകത്തേക്ക് കയറി വന്ന് ജയ് ശ്രീറാം മുഴക്കിക്കൊണ്ട് സഭയ്ക്കകത്തേക്ക് കടന്നു വന്ന് ബൈബിൾ പിടിച്ചെടുക്കുന്ന പരിപാടി അവിടെ ഹിന്ദുത്വ ഭീകരന്മാർ നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെ സഭയ്ക്കകത്ത് കയറി ഹിന്ദുത്വ ഭീകരന്മാർ ബൈബിളൊക്കെ പിടിച്ചെടുക്കുകയും സഹോദരന്മാരെയും സഹോദരിമാരെയൊക്കെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ സഹിതമുള്ള പ്രോഗ്രാമുകൾ ഞങ്ങൾ മുൻപ് ചെയ്തിട്ടുണ്ട്. സാക്ഷിയുടെ ചാനലിൽ അത്തരം വീഡിയോകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഉത്തരേന്ത്യയിൽ നമ്മുടെ സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത്, അത് പ്രത്യേകം എടുത്ത് പറയണം, അല്ലാതെ വേറെ എന്തെങ്കിലും കാരണത്തിലല്ല, ക്രിസ്തുവിൽ അവർ വിശ്വസിക്കുന്നു എന്നുള്ള ഏക കാരണത്താൽ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ കുറേ ടീമുകളുണ്ട്. ക്രൈസ്തവ നാമധാരികളാണ്. അവർ ഈ പീഡിപ്പിക്കപ്പെടുന്നവരെ കുറ്റക്കാരാക്കുകയാണ്. ക്രൈസ്തവരെ കുറ്റക്കാരാക്കുകയും പീഡിപ്പിക്കുന്ന ആളുകളെ വാഴ്ത്തിപ്പാടുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള സംഗതിയും ഉണ്ട് അവിടെ. അവർ ക്രൈസ്തവ നാമധാരികളാണ്, സ്വയം അവർ വിശേഷിപ്പിക്കുന്നത് ക്രിസംഖികളെന്നൊക്കെയാണ്. അവരങ്ങനെയൊക്കെ വിശേഷിപ്പിക്കും. പക്ഷെ അത്രയും ഡെക്കറേഷനൊന്നും ആവശ്യമില്ല. നമ്മളവരെ സംഘി അടിമകളെന്നോ സംഘിദാസന്മാരോ സംഘിഭൃത്യന്മാരെന്നൊക്കെ വിളിച്ചാൽ മതി. അവരുടെ പ്രവൃത്തി അനുസരിച്ച്, അവർ ചെയ്യുന്ന തൊഴിലനുസരിച്ച് അതാണ് അവർക്ക് യോജിച്ച പേര്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘി അടിമ, പുള്ളിയുടെ പേര് റിജോ എന്നാണ് പറഞ്ഞത്, വീട് എറണാകുളത്താണെന്നൊക്കെ പറഞ്ഞു. അത് സത്യമാണെന്ന് ദൈവത്തിനറിയാം. കാരണം ഇവരുടെ യജമാനന്മാരായ സംഘികൾ ഫേക്ക് ഐ ഡിയിലാണ് വരാറുള്ളത്. സോഷ്യൽ മീഡിയയിലൊക്കെ അവരെ ഫേക്ക് ഐ ഡിയിലാണ് വരുന്നത്. പിന്നെ അവരുടെ ദാസന്മാർ, അടിമക്കണ്ണുകളായിരിക്കുന്ന ഇവർ ഒറിജിനൽ പേര് പറയും, ഒറിജിനൽ സ്ഥലം പറയുമെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. എന്തായാലും പുള്ളി പറഞ്ഞ പേര് അങ്ങനെയാണ്, റിജോ എന്നാണ്. അപ്പോൾ ആ സംഘി അടിമ നമ്മുടെ സരൂപ് ബ്രദറിനെ ഫോൺ വിളിച്ച് പേടിപ്പിച്ചു, ഭീഷണിപ്പെടുത്തുകയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ.
ഇവിടെ എന്താണ് ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് പുള്ളിക്ക് അറിയണം. മുൻകൂട്ടി നമ്മൾ അവിടെ റിപ്പോർട്ട് കൊടുക്കണം. അതാണ് പറയുന്നത്. ഈ ആനേനെ പേടിയില്ല, പിന്നെയാണോ ആനപ്പിണ്ടത്തെ പേടിക്കുന്നതെന്ന് ചോദിച്ച പോലെ സംഘികളെ പേടിയില്ല, പിന്നെയാണ് ഈ സംഘിദാസന്മാരെ പേടിക്കാൻ പോകുന്നത് നമ്മൾ. ഏതായാലും സെരൂബ് ബ്രദറും പിന്നെ അജീഷ് ബ്രദറും ഉണ്ടായിരുന്നു. കോൾ കോൺഫറൻസൊക്കെ ഇട്ടുകൊണ്ട് അജീഷ് ബ്രദർ ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടി നല്ല മറുപടിയൊക്കെ കൊടുത്ത് വായടപ്പിച്ച് വിട്ടു പുള്ളിനെ. ഞാനിത് പരാമർശിച്ചത് പലവിധമായ പ്രതിസന്ധികളെയും ഭീഷണികളെയും ഒക്കെ അതിജീവിച്ചാണ് ഈ പ്രോഗ്രാം ഇന്ന് ഇവിടെ യാഥാർത്ഥ്യമായത് എന്ന കാര്യം നിങ്ങളറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ സംഘി അടിമകളായിരിക്കുന്ന ആളുകൾ, ക്രിസ്ത്യൻ നാമധാരികളായ സംഘി അടിമകളുടെ കാര്യം, അങ്ങനെയുള്ളവരെ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കണം. കാരണം 12-1 കർത്താവിൻ്റെ കൂടെ നടന്ന 12-1 ഇസ്കരിയോത്ത് യൂദയാണ്. 12-1 എന്ന് പറഞ്ഞാൽ 120-ൽ എത്ര പേരുണ്ടാവും? അപ്പോൾ 10 പേരുണ്ടാവും. 120-ൽ 10, 1200-ലാണെങ്കിൽ 100, 12 ലക്ഷത്തിൽ 1 ലക്ഷം, ആ ലെവലിലാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ക്രൈസ്തവ ജനസംഖ്യ എത്രയുണ്ടോ അതിൻ്റെ 12-1 എന്തായിരിക്കും? ഇസ്കരിയോത്ത് യൂദാമാരായിരിക്കും. മനസ്സിലായ? അവർ സ്വന്തം ലാഭത്തിനായി കൂടെയുള്ളവരെ ഒറ്റിക്കൊടുക്കും. അതിനൊന്നും അവർക്ക് ഒരു മടിയില്ല. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല, ആരംഭം മുതലേ ഉണ്ട്, ക്രിസ്ത്യാനിറ്റിയുടെ ആരംഭം മുതലേ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കുലംകുത്തികളെയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഓക്കെ, ഞാനിനി പ്രധാന വിഷയത്തിലേക്ക് കടക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ രാഷ്ട്രീയം, ആ വിഷയമാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ തലക്കെട്ട് പലർക്കും ഒരു കൗതുകമുണ്ടാക്കിയ തലക്കെട്ടാണ്. കാരണം പലരും എന്നെ എന്നോട് ചോദിച്ചു, ഫോണിലും വാട്സാപ്പിലും മറ്റുമൊക്കെ ആയിട്ട് ചോദിക്കുകയുണ്ടായി ഇതിനെക്കുറിച്ച്. പിന്നെ ചില ഈ സംഘി അടിമകൾ, ക്രൈസ്തവ നാമധാരികളായ സംഘി അടിമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അവരിതിനെ പരിഹസിച്ചുകൊണ്ടും അവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. ഈ ദൈവത്തിന് എന്ത് രാഷ്ട്രീയമാണുള്ളത്? ദൈവം ഇലക്ഷനിൽ മത്സരിക്കാൻ പോവുകയാണോ എന്നൊക്കെയാണ് അവർ ചോദിച്ചത്. അപ്പോൾ രാഷ്ട്രീയം എന്നാൽ എന്താണെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു പിടിപാടും ഇല്ലാത്തത് കൊണ്ടാണ്, യഥാർത്ഥമായിട്ടുള്ള രാഷ്ട്രീയം എന്താണെന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു പിടിപാടുമില്ല. അവരുടെ ചിന്തയിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ നിൽക്കൽ, മത്സരിക്കൽ, ജയിക്കൽ അല്ലെങ്കിൽ തോൽക്കൽ, ഇതൊക്കെയാണ് രാഷ്ട്രീയം. എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആധുനിക ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ആധുനിക കാലത്ത് ഈ ജനാധിപത്യത്തിൻ്റെ ആശയങ്ങൾക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. പക്ഷേ അതൊരു ആഗോള ഭരണവ്യവസ്ഥയായി ലോകത്തിൽ ഒരുമാതിരി ഇടങ്ങളിൽ അതൊരു ഭരണവ്യവസ്ഥയായിട്ട് വരുന്നത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. എന്നാൽ ബൈബിൾ അതിനൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ എഴുതപ്പെട്ട പുസ്തകമാണ്. ബൈബിൾ എഴുതുന്ന കാലത്ത് ജനാധിപത്യം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രക്രിയ അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനം ലോകത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവരാജ്യത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വോട്ട് രാഷ്ട്രീയമല്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ല. അത് മനസ്സിലാക്കണം. അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന എക്കാലത്തും പ്രസക്തമായ മഹത്തായ രാഷ്ട്രീയമാണ്. രാഷ്ട്രമെന്ന വാക്കിൽ നിന്നാണ് രാഷ്ട്രീയം എന്ന പദം ഉണ്ടായത്. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു രാജ്യത്തെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയോ ഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയാണ് നാം രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് ഇന്ന് കാണുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്തുള്ള അതിൻ്റെ അർത്ഥതലങ്ങൾ അങ്ങനെയുള്ളതാണ്. കേവലം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒതുങ്ങുന്നതല്ല. അത് ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ട നിയമങ്ങൾ ഉണ്ടാക്കുന്നതും അത് നടപ്പാക്കുന്നതും നീതി ഉറപ്പാക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ രാജ്യം സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം, അങ്ങനെയുള്ള നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഇതൊക്കെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുന്നത്. ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന അരിസ്റ്റോട്ടിൽ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്, അല്ലെങ്കിൽ മനുഷ്യനെക്കുറിച്ച് എന്നും പറയാം. അദ്ദേഹം പറഞ്ഞത് മനുഷ്യൻ പ്രകൃത്യാ തന്നെ ഒരു രാഷ്ട്രീയ ജീവിയാണ് എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം സമൂഹമായി ജീവിക്കുന്ന മനുഷ്യന് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നാം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ലെങ്കിൽ രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നാം ഉപയോഗിക്കുന്ന ഭാഷ മുതൽ ഭക്ഷണം വരെ, വിദ്യാഭ്യാസം മുതൽ തൊഴിൽ വരെ എല്ലാം ഈ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ അനന്തരഫലമാണ്. ഭക്ഷണം വരെ എന്ന് ഞാൻ പറഞ്ഞത്, എനിക്കിപ്പോൾ മാനിറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുകയില്ല. കാരണം ഇവിടുത്തെ രാഷ്ട്രത്തിൻ്റെ തീരുമാനം എന്താണ്? മാനുകളെ കൊല്ലാൻ പാടില്ല. അതേസമയം ഞാൻ ഓസ്ട്രേലിയയിലോ വേറെ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുകയാണ്, വേറെ ഏതെങ്കിലും രാജ്യത്ത് ചെല്ലുകയാണെങ്കിൽ അവിടെ മാനുകളെ കൊല്ലുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അവിടുത്തെ രാഷ്ട്രം, ആ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത് മാനുകളെ കൊല്ലുന്നതിൽ കുഴപ്പമില്ല. അതേപോലെ ഓരോ ഇടങ്ങളിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ്.
എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ 1-ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചു വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഞാനൊക്കെ വലുതായി വന്നു കഴിഞ്ഞപ്പോഴേക്കും DPEP എന്നും പറഞ്ഞു. അത് രാഷ്ട്രീയക്കാരാണ് തീരുമാനിക്കുന്നത് എന്താ പഠിപ്പിക്കേണ്ടതെന്ന്. സ്വാശ്രയ കോളേജുകൾ അതിൻ്റെ പേരിൽ സമരമൊക്കെ ഉണ്ടായത് നമുക്കറിയാം. പിന്നീട് അത് മാറുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറയും, ഇതെല്ലാം രാഷ്ട്രീയ തീരുമാനങ്ങളാണ്, രാഷ്ട്രീയക്കാരാണ് അല്ലെങ്കിൽ ഭരണകൂടമാണ് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ സമൂഹങ്ങളെ ഭരിക്കുന്നതിനും നിയമങ്ങളെ രൂപപ്പെടുത്തുന്നതിനും സമാധാനപരമായൊരു ക്രമമൊക്കെ നിലനിർത്തുന്നതിനും വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അടങ്ങിയതിനെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് തെറ്റായ കാര്യമല്ല, അതൊരു മാലിന്യ കൂമ്പാരമൊന്നുമല്ല. പലപ്പോഴും അങ്ങനെ പറയാറുണ്ട്, രാഷ്ട്രീയം ഒരു അഴുക്കുചാലാണ് എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥ രാഷ്ട്രീയം അങ്ങനെയല്ല. രാഷ്ട്രീയം അതിൽ തന്നെ തെറ്റായ ഒന്നല്ല. തെറ്റായ ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് അത് മാലിന്യ കൂമ്പാരമായിട്ട് മാറുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം കൃത്യമായിട്ട്. അപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ ആമുഖമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞത് മനസ്സിലാക്കണം. നമ്മളെപ്പോഴും രാഷ്ട്രീയ തീരുമാനങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഒരു ജീവിതം നമുക്കാർക്കും സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയത്തിൻ്റെ അർത്ഥവും സ്വഭാവവും ശരിയായി തിരിച്ചറിയുക എന്നുള്ളതാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തമുള്ള സമീപനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ദൈവത്തിന് രാഷ്ട്രീയമുണ്ടോ എന്നുള്ളതാണ്. ദൈവത്തിന് രാഷ്ട്രീയമുണ്ടോ, അല്ലെങ്കിൽ അല്പം കൂടെ വ്യക്തമായിട്ട് ചോദിച്ചാൽ ബൈബിളിന് രാഷ്ട്രീയമുണ്ടോ, ബൈബിളിൽ രാഷ്ട്രീയമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യം, അതിൻ്റെ ഉത്തരം അത് നമ്മൾ കണ്ടെത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ചോദ്യവും അതിൻ്റെ ഉത്തരവും നമ്മൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആത്മീയമായ അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ ആത്മീയ വീക്ഷണത്തിലാണ് കാണുന്നത്. എപ്പോഴും ബൈബിൾ വായിക്കുന്നത് ആത്മീയമായിട്ടാണ്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് ആത്മീയമായിട്ടാണ്. ചിലതൊക്കെ നമ്മൾ ചരിത്രപരമായിട്ട് മനസ്സിലാക്കും, ഇനി വളരെ കുറച്ച് കാര്യങ്ങൾ ഫിലോസഫിക്കലായിട്ട് മനസ്സിലാക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ നമ്മുടെ വീക്ഷണത്തിൽ അല്പം കൂടെ ഭേദഗതി വരുത്തണം. നമ്മൾ രാഷ്ട്രീയമായിട്ട് കൂടി കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രീയ വീക്ഷണത്തിൽ കൂടി നമ്മൾ കാണണം. ആത്മീയ വീക്ഷണത്തിൽ കാണണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അത് പ്രധാനമാണ്, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അത് ഒരിക്കലും വിട്ടുകളയരുത്. ആത്മീയ വീക്ഷണം വേണം. എന്നാൽ രാഷ്ട്രീയമായിട്ടുള്ള വീക്ഷണത്തിൽ നമ്മൾ ബൈബിൾ വായിക്കേണ്ടതുണ്ട്. നമ്മൾ പൊതുവെ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇസ്ലാമിനകത്ത് മതവും രാഷ്ട്രീയവും ഒന്നാണ്. മതത്തിൻ്റെ നേതാവ് തന്നെയായിരിക്കും രാഷ്ട്രത്തിൻ്റെയും നേതാവ്. അവിടെ രാഷ്ട്രീയവും മതവും തമ്മിൽ കെട്ടുമണഞ്ഞ് കിടക്കുകയാണ്. ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭരണാധികാരി മുസ്ലിം ആയിരിക്കണം. അങ്ങനെയാണ് അവരുടെ ശരീഅത്ത് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അമുസ്ലിങ്ങളായിരിക്കുന്ന ആരും അവിടെ ഭരണാധികാരിയായിട്ട് വരാൻ പാടില്ല. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഹിന്ദുമതത്തെക്കുറിച്ച് പൊതുവെ അങ്ങനെ ആരും പറയാറില്ല. ഹിന്ദുമതത്തിൽ മതം വേറെ, രാഷ്ട്രീയം വേറെ. ഹിന്ദുമതം ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന മതമല്ല എന്നാണ് എല്ലാവരുടെയും ചിന്ത. ഞാനും അങ്ങനെയാണ് മുൻപ് ചിന്തിച്ചിരുന്നത്. ഒരുമാതിരി ആളുകളും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ വസ്തുത നേരെ തിരിച്ചാണ്. ഇസ്ലാം മതം പോലെ തന്നെ ഹിന്ദുയിസത്തിലും മതത്തിനും രാഷ്ട്രീയത്തിനും അഭേദ്യമായ ബന്ധമുണ്ട്. രണ്ടും കെട്ടുമണഞ്ഞ് കിടക്കുകയാണ്. ഇനി അല്പം കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ഇസ്ലാമിനേക്കാൾ ശക്തമായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന മതമാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. ഇസ്ലാമിനേക്കാളും ശക്തമായിട്ടാണ് അത് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്. ജനങ്ങളെ എങ്ങനെയാണ് ഭരിക്കേണ്ടത്, ഭരിക്കുക എന്ന് പറഞ്ഞ സംഗതി വന്നാൽ അത് രാഷ്ട്രീയമാണ്, ഭരണരാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. അപ്പോൾ ജനങ്ങളെ എങ്ങനെയാണ് വിഭജിച്ച് ഭരിക്കേണ്ടത്, എങ്ങനെ ഭരിക്കേണ്ടതെന്നല്ല, എങ്ങനെയാണ് വിഭജിച്ച് ഭരിക്കേണ്ടതിനെക്കുറിച്ച് ഈ ഹിന്ദുമത ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി തന്നെ കൽപ്പിക്കുന്നുണ്ട്. പല തട്ടുകളായി ജനങ്ങളെ വിഭജിക്കണം. അതിനെ വർണ്ണം എന്നാണ് പറയുന്നത്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, അങ്ങനെയുള്ള 4 വർണ്ണങ്ങൾ. പിന്നെ ഈ വർണ്ണത്തിൽ ഉൾപ്പെടാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ വേറെ, അവരെ അവർണർന്ന് വിളിക്കുന്നു, വർണ്ണത്തിൽ ഉൾപ്പെടാത്ത ആളുകൾ. അപ്പോൾ അവർണരോട് എങ്ങനെയാണ് ഇടപെടേണ്ടത്, ബ്രാഹ്മണരോട് എങ്ങനെയാണ് ഇടപെടേണ്ടത്, ക്ഷത്രിയരോട് എങ്ങനെ ഇടപെടണം, വൈശ്യരോട് എങ്ങനെ ഇടപെടണം, ഇങ്ങനെ ഓരോ വർണ്ണത്തിലുള്ളവരോട് എങ്ങനെ ഇടപെടണം എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി ഈ ഹൈന്ദവ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളനുസരിച്ച് രാജ്യത്തിൻ്റെ ഭരണാധികാരി ആരായിരിക്കണം എന്നുള്ള കാര്യം അതും പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് മുസ്ലിം ആയിരിക്കണം. അത് ഇന്ന മുസ്ലിമെന്നൊന്നുമില്ല, ഏത് മുസ്ലിമും, ഏതൊരുത്തിനും, അത് പുതിയ മുസ്ലിമോ പഴയ മുസ്ലിമോ ആരോ ആകട്ടെ, മുസ്ലിം ആയിരിക്കണമെന്നേ ഉള്ളൂ. എന്നാൽ ഇവിടേക്ക് ഹിന്ദുമത ഗ്രന്ഥങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന കാര്യം, അവിടെ ആരാണ് രാജ്യത്തിൻ്റെ ഭരണാധികാരി ആകേണ്ടതെന്ന് ചോദിച്ചാൽ ഹിന്ദു ആയിരിക്കണമെന്നല്ല പറയുന്നത്. അങ്ങനൊരു കാര്യമില്ല.
ഈ ഹിന്ദു എന്നുള്ള വാക്ക്, ഹിന്ദുമതം എന്നോ ഹിന്ദു എന്നുള്ള വാക്കോ എന്നോ നിങ്ങൾക്ക് ഈ ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റുകയില്ല. ആ വാക്കൊക്കെ പിന്നീടുണ്ടാകുന്നതാണ്. ഹിന്ദുമതം എന്നുള്ള നിലയിൽ, ഹിന്ദുമതം എന്നുള്ള വാക്കിന് 250 വർഷത്തിൽ താഴെ പഴക്കമുള്ളൂ. ഹിന്ദുമതം, ഹിന്ദു എന്നുള്ള വാക്കിന് വളരെ പഴക്കമുണ്ട്. മതം, ഹിന്ദു മതം എന്നുള്ള വാക്കിന് വളരെ കുറച്ച് കാലത്തെ പഴക്കമേ ഉള്ളൂ. കാരണം അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. അവരുടെ ഭരണ സൗകര്യത്തിന് വേണ്ടി അവരുണ്ടാക്കിയ ഒരു മതമാണത്. അത് വേറൊരു വിഷയമാണ്, മുൻപൊരിക്കൽ ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഹൈന്ദവ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളനുസരിച്ച് രാജ്യത്തിൻ്റെ ഭരണാധികാരി ആരായിരിക്കണം? കൃത്യമായിട്ട് പറയുന്നുണ്ട്, ക്ഷത്രിയനായിരിക്കണം. എല്ലാ ഹിന്ദുക്കൾക്കും ഭരണാധികാരിയാകാൻ പറ്റില്ല. വർണ്ണവ്യവസ്ഥ അനുസരിച്ച് ക്ഷത്രിയർ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ, ആ വർണ്ണത്തിൽ ജനിച്ച ആളുകൾക്ക് മാത്രമേ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാകാൻ പറ്റൂ. അതാണ് അവരുടെ മതഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്. അത് ഏതെങ്കിലും 1-2 കൃതികളിലല്ല. വേദങ്ങൾ നോക്കിയാൽ വേദങ്ങളിൽ കാണാം, പുരാണങ്ങൾ നോക്കിയാൽ പുരാണങ്ങളിൽ കാണാം, സ്മൃതികൾ നോക്കിയാൽ സ്മൃതികളിൽ കാണാം, ഉപനിഷത്ത് നോക്കിയാൽ ഉപനിഷത്തുകളിൽ കാണാം, ഇതിഹാസങ്ങളിൽ അതുണ്ട്, ബ്രാഹ്മണങ്ങളിലുണ്ട്, ഭാഷ്യങ്ങളിലുണ്ട്, ആരണ്യകങ്ങളിലുണ്ട്, സൂത്രങ്ങളിലുണ്ട്, ആഗമങ്ങളിലുണ്ട്, തന്ത്രങ്ങളിലുണ്ട്, ദർശനങ്ങളിലുണ്ട്, വേദാംഗങ്ങളിലുണ്ട്, ഉപവേദങ്ങളിലുമുണ്ട്. ഇങ്ങനെ അവരുടെ ഏത് കൃതി എടുത്ത് നോക്കിയാലും അതിനകത്തെല്ലാം ഈ വർണ്ണവ്യവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആര് ഭരിക്കണം, ആര് ഭരിക്കപ്പെടണം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം മതഗ്രന്ഥങ്ങളായിട്ടാണ് അറിയപ്പെടുന്നതെന്ന് ഓർക്കണം. ഇതെല്ലാം ഇതിഹാസങ്ങളായാലും പുരാണങ്ങളായാലും ഉപനിഷത്തായാലും വേദമായാലും എല്ലാനും മതഗ്രന്ഥങ്ങളായിട്ട് അറിയപ്പെടുന്നു. പക്ഷെ ആ മതഗ്രന്ഥങ്ങൾക്കകത്താണ് പച്ചയ്ക്ക് എഴുതി വച്ചിരിക്കുന്നത് ആരാണ് ഭരിക്കേണ്ടത്, ആരാണ് ഭരിക്കപ്പെടേണ്ടത്. അതായത് സംഗതി മതഗ്രന്ഥങ്ങളൊക്കെ ആണെങ്കിലും പച്ചയ്ക്ക് രാഷ്ട്രീയം പറയാണ്, പക്കാ രാഷ്ട്രീയമാണ് പറയുന്നത്. ഇനി ഈ ക്ഷത്രിയനെ ഭരണത്തിൽ അവരോധിക്കുന്നതും അവൻ്റെ ഉപദേഷ്ടാവായിരുന്നു കൊണ്ട് അവനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ആരായിരിക്കണം? അവൻ്റെ തലയിൽ കിരീടമൊക്കെ വെച്ച് രാജാവായിട്ട് അവനെ വാഴിക്കുകയും പിന്നെ അവൻ്റെ ഉപദേഷ്ടാവായിരുന്നു കൊണ്ട് അവൻ എങ്ങനെ ഭരിക്കണമെന്ന് അവനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത്, അതും കൃത്യമായിട്ട് ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അത് ബ്രാഹ്മണനായിരിക്കണം. മനസ്സിലായി? ഭരിക്കേണ്ടത് ആര്, അവനെക്കൊണ്ട് ഭരിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഭരണചക്രത്തിൽ അവനെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കണം, അതും പറയുന്നുണ്ട്. അത് ബ്രാഹ്മണനാണ്. അപ്പോൾ ഹിന്ദുമതം കേവലം ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറയുന്ന മതമല്ല. അത് കൃത്യമായിട്ട് രാഷ്ട്രീയ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ചോദ്യം, ഇസ്ലാം മതത്തിനകത്ത് രാഷ്ട്രീയമുണ്ടോ? ഉണ്ട്. ഹിന്ദു മതത്തിനകത്ത് രാഷ്ട്രീയമുണ്ടോ? ഉണ്ട്. അപ്പോൾ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ബൈബിളിൽ രാഷ്ട്രീയമുണ്ടോ എന്നുള്ളതാണ്. ബൈബിളിൽ രാഷ്ട്രീയമുണ്ടോ? ബൈബിളിലും കൃത്യമായിട്ട് രാഷ്ട്രീയമുണ്ട്. വളരെ വ്യക്തമായി തന്നെ അത് പറയുന്നുണ്ട്. കാരണം ബൈബിളിൽ ദൈവത്തിനൊരു രാഷ്ട്രമുണ്ട്. നമ്മളതിനെ ദൈവരാജ്യം എന്ന് വിളിക്കുന്നു. അത് ഭൂമിയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു രാജ്യമല്ല, ഏതെങ്കിലും ഒരു 4 അതിരിനുള്ളിൽ, മറ്റ് രാജ്യങ്ങളെ പോലെ ഈ ഭൂമിക്കകത്ത് 4 അതിരിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന രാജ്യമൊന്നുമല്ല. ഭൂതലം മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു രാജ്യമാണ്. അതൊരു ആത്മീയ രാജ്യമാണ്, അതൊരു ഭൗതിക രാഷ്ട്രമല്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അതിരേതാണെന്നൊന്നും പറയാൻ പറ്റുകയില്ല. അപ്പോൾ ദൈവത്തിന് ഒരു രാജ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിനൊരു രാഷ്ട്രമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കും അവിടെ? രാഷ്ട്രമുണ്ടെങ്കിൽ രാഷ്ട്രീയമുണ്ട്. കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിനകത്തെ ജനങ്ങളെ ഭരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവരുടെ ആ സമൂഹത്തിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട്, ആ സമൂഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ എല്ലാം അതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ദൈവരാജ്യത്തിലെ ജനങ്ങളുടെ കാര്യങ്ങളോട് ബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും അതെല്ലാം രാഷ്ട്രീയമായിട്ട് വരും. മനസ്സിലായോ? അപ്പോൾ ദൈവത്തിന് ഒരു രാഷ്ട്രം ഉള്ളത് കൊണ്ട് തന്നെ ബൈബിളിന് തികച്ച് ശക്തമായ ഒരു രാഷ്ട്രീയ ദർശനമുണ്ട്. പക്ഷെ അത് ലോകത്തിൻ്റെ രാഷ്ട്രീയത്തിന് നേരെ എതിരാണ്. ലോകത്തിൻ്റെ രാഷ്ട്രീയവുമായിട്ട് ബന്ധമുള്ളതല്ല, അതിന് നേരെ എതിര് നിൽക്കുന്നതാണ്. എന്താണ് ബൈബിളിൻ്റെ രാഷ്ട്രീയമെന്ന് നമ്മൾ നോക്കിയാൽ, യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 36-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകവുമായി ബന്ധമില്ല എന്നുള്ള അർത്ഥത്തിലല്ല. എൻ്റെ രാജ്യം ഈ ലോകവുമായി ബന്ധമില്ലാത്ത ഒന്നാണെന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഈ ലോകത്തിൻ്റെ രാഷ്ട്രീയ തത്വങ്ങളിൽ നിന്നും ഉത്ഭവിച്ച രാജ്യമല്ല അത്. ഈ ലോകത്തിൻ്റെ രാഷ്ട്രീയ തത്വങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ രാജാവിനെ സംരക്ഷിക്കേണ്ടത് പ്രജകളുടെ കടമകളാണ്, അല്ലെങ്കിൽ സൈനികരുടെ കടമയാണ്. അവരെന്ത് ചെയ്യും? അവർ രാജാവിന് വേണ്ടി പോരാടും. പക്ഷെ കർത്താവിനെ വേണ്ടി പോരാടാൻ ആരും വന്നില്ല. വാളെടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് വാൾ ഉറയിലിടാനാണ്. മനസ്സിലായി? ലോകത്തിൻ്റെ ഇതിൽ ഈ രാജാവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ട് ആളുകൾ വരുന്നു. അവർ രാജാവിന് വേണ്ടി യുദ്ധം ചെയ്യും, ശത്രുക്കളെ കൊല്ലും.
പക്ഷെ കർത്താവിന് വേണ്ടി വാൾ എടുത്തപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു വാള് ഉറയിലിടാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അത് ഈ ലോകത്തിൻ്റെ രാഷ്ട്രീയ തത്വങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച ഒരു രാജ്യമല്ല ദൈവത്തിൻ്റേത്. ലോകത്തിലെ രാജ്യങ്ങളാകട്ടെ സാമ്രാജ്യങ്ങളാകട്ടെ, അതൊക്കെ യുദ്ധങ്ങളിലൂടെയും അടിച്ചമർത്തലിലൂടെയും ഒക്കെയാണ് സ്ഥാപിതമായിരിക്കുന്നത്. എന്നാൽ ദൈവരാജ്യം സ്ഥാപിതമായിരിക്കുന്നത് സ്നേഹത്തിലൂടെയും ത്യാഗത്തിലൂടെയുമാണ്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രം അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് ഏതെങ്കിലും മനുഷ്യനോ മാനുഷിക ഭരണവ്യവസ്ഥയോ അല്ല, മറിച്ച് ദൈവം തന്നെയാണ്. അത് നമ്മൾ ബൈബിളിൽ കാണുന്നുമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകൾ നമ്മൾ മറിക്കുമ്പോൾ അവിടെ ഭക്തിയുടെ വചനങ്ങൾ മാത്രമല്ല, അധികാരത്തിൻ്റെയും ഭരണത്തിൻ്റെയും നിയമത്തിൻ്റെയും നീതിയുടെയും വാക്കുകൾ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെല്ലാം ബൈബിളിനകത്ത് നമുക്ക് കാണാം. ആദിയിൽ ദൈവം എന്ന് തുടങ്ങുന്ന ബൈബിൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു രാജാവിനെക്കുറിച്ചും അവൻ്റെ രാജ്യത്തെക്കുറിച്ചുമാണ് പറയുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ നോക്കിയാൽ രാജാവിനെക്കുറിച്ചും കാണുന്നുണ്ട്, രാജ്യത്തെക്കുറിച്ചും കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ വെറുമൊരു ആത്മീയ അനുഭവമായി മാത്രം ചുരുക്കി കാണാൻ ബൈബിൾ നമ്മളെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആത്മാവാണ്, ആത്മീയമായ അനുഭവമുണ്ട്, ഓക്കെ, അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല, ആത്മീയ അനുഭവമായി മാത്രം ബൈബിൾ ദൈവത്തെ ചുരുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ബൈബിൾ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്, അധികാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഭരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, നിയമത്തെക്കുറിച്ച് പറയുന്നുണ്ട്, നീതിയെക്കുറിച്ച് പറയുന്നുണ്ട്, മനുഷ്യൻ്റെ സ്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സമത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പലവിധമായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ സമഗ്രമായ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു ദർശനം അവതരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിള്. അപ്പോൾ അതിൻ്റെ കേന്ദ്രത്തിൽ ദൈവരാജ്യമെന്ന് പറയുന്ന ആശയവും നമ്മൾ കാണുന്നുണ്ട്. ദൈവം എന്ന് പറയുന്നത് ആരാധനാലയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സത്യമായിട്ടല്ല ബൈബിള് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ ഭരണാധികാരിയായ രാജാവാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിലെ പൗരന്മാരായിരിക്കുന്നവർ ആ രാജാവിനെക്കുറിച്ച് രാജ്യത്തെക്കുറിച്ച് ശരിയായ അറിവ് നേടേണ്ടത് ആവശ്യമാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പലരും ചിന്തിക്കുന്നത് പോലെ പുതിയ നിയമത്തിലല്ല. കാരണം നമ്മൾ ഈ വാക്ക് അധികവും കാണുന്നത് പുതിയ നിയമത്തിലാണ്. ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്നൊക്കെയുള്ള പ്രയോഗം നാം കാണുന്നത് പുതിയ നിയമത്തിൽ. അതുകൊണ്ട് പല ആളുകളുടെയും ധാരണ പുതിയ നിയമത്തിലാണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല, പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ പറയുന്നത് മാത്രം പറഞ്ഞാൽ പോരാ, ഒന്നാമത്തെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ പുസ്തകത്തിൽ പറയുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒന്നാമത്തെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ ദൈവം രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നമുക്ക് സുപരിചിതമായ വാക്യമാണ്, അതിനെക്കുറിച്ച് ജെറി ബ്രദർ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആദിയിൽ ദൈവം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ പരമാധികാരി ദൈവമാണെന്നാണ് പ്രഖ്യാപിക്കുന്നത് ബൈബിള്. ഒരു രാജ്യത്തിലെ ഭരണത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെല്ലാം നമ്മൾ കാണുന്നത് ആ രാജ്യത്തിൻ്റെ ഭരണഘടനയിലാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ ദൈവരാജ്യത്തിൻ്റെ ഭരണഘടന നമ്മൾ കാണുന്നുണ്ട്. പൂർണ്ണമായിട്ടല്ല എങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണുന്നുണ്ട്. ഈ ഉൽപ്പത്തി 1:1 എന്ന് പറയുന്നത് കേവലം ഒരു സൃഷ്ടി വിവരണമല്ല, അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ്. അത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കാരണം ആരാണ് ഭരിക്കേണ്ടത്? രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ. ആരാണ് ഭരിക്കേണ്ടത്? അതുപോലെ തന്നെ ആരുടേതാണ് ഈ രാജ്യം? ആരാണ് നിയമങ്ങൾ നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നത്? രാഷ്ട്രീയത്തിലെ പ്രധാന ചോദ്യമാണ്. ഇത് തന്നെ ദൈവരാജ്യത്തിലേക്ക് വരുമ്പോഴും ഇത് പ്രധാനപ്പെട്ടതാണ്. 3 ചോദ്യങ്ങൾക്കും ബൈബിൾ ഉത്തരം തരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം സാക്ഷാൽ ദൈവം എന്നുള്ളതാണ്. ആരാണ് ഭരിക്കേണ്ടത്? ഈ ചോദ്യം ഈ ലോകത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അത് പ്രധാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്. വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ സമ്മതിദായകനും ഈ ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ടാണ് പോകുന്നത്. എന്നെ ആര് ഭരിക്കണമെന്ന് ഞാൻ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ബൈബിളിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1:1 വ്യക്തമായിട്ട് പറയുന്നു, ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട്. ആദിയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആരംഭമാണ്, ഒരു തുടക്കമുണ്ട്. ആ തുടക്കത്തിൻ്റെ കാരണക്കാരൻ ദൈവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ സൃഷ്ടിക്കപ്പെട്ടതായ ഒന്നും ഈ ഭൂമിയുടെ ഉടമസ്ഥരല്ല. അത് മനുഷ്യനാകട്ടെ, മൃഗമാകട്ടെ, അല്ലെങ്കിൽ ഐഡിയോളജികളാകട്ടെ, മറ്റെന്തും ആകട്ടെ, അതിനൊന്നും ഈ ഭൂമിയുടെ മേൽ
ഭരിക്കാനുള്ള അവകാശമില്ല. യഥാർത്ഥത്തിൽ ദൈവത്തിന് മാത്രമേ ആ അവകാശമുള്ളൂ. ദൈവമാണ് ഭരിക്കേണ്ടത്, ദൈവമാണ് പരമാധികാരി. രണ്ടാമത്തെ ചോദ്യം, ആരുടേതാണ് ഈ രാജ്യം എന്നുള്ളത് ലോകത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ചോദിക്കുമ്പോൾ ഇവിടെ അല്പം കൂടെ വ്യത്യസ്തമായിട്ട് ചോദിക്കണം. ആരുടേതാണ് ഈ ലോകം എന്നുള്ളതാണ് ചോദ്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, നേരത്തെ ജെറി ബ്രദർ പറഞ്ഞു, ആകാശവും ഭൂമിയും എന്ന് പറയുന്നത് സകലത്തിനെയും ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ്. അതായത് ആകാശം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദൃശ്യമായതല്ല, അദൃശ്യമാണത്. ഭൂമി എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ, ഭൗതികമായത്, ദൃശ്യമായത്. അപ്പോൾ ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ അതിനെല്ലാം സൃഷ്ടിച്ചത് ദൈവമായതുകൊണ്ട് സൃഷ്ടിച്ചവന് സൃഷ്ടിയുടെ മേൽ പരിപൂർണമായിട്ടുള്ള അവകാശമുണ്ട്, ഉടമസ്ഥാവകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സകലവും ദൈവത്തിൻ്റെ വകയാണ്. മനുഷ്യരൊന്നിൻ്റെയും ഉടമയല്ല. മനുഷ്യർ ഇതിൻ്റെയൊക്കെ കൈകാര്യകർത്താക്കൾ മാത്രമാണ്. ദൈവം മനുഷ്യരെ ഇതിനെയൊക്കെ ഭരിക്കാനായിട്ട്, നിയന്ത്രിക്കാനായിട്ട് ഏൽപ്പിച്ചു വച്ചിരിക്കുന്നു. കാര്യവിചാരകന്മാരായിട്ട് അത് ചെയ്യുക എന്നുള്ളത് മാത്രമേ മനുഷ്യർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ ചോദ്യം, ആരാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിയമങ്ങൾ നിശ്ചയിക്കുന്നത് ആരാണ്? ആകാശത്തെയും ഭൂമിയെയും ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ സൃഷ്ടി നടത്തുന്നത് തൻ്റെ വചനത്താലാണ്. അത് സങ്കീർത്തനത്തിലും മറ്റു പലയിടങ്ങളിലും നാം കാണുന്നുണ്ട്, ദൈവം തൻ്റെ വചനത്താൽ ഇതൊക്കെയും സൃഷ്ടിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം തന്നെ 1 വാക്യം കഴിഞ്ഞ് പിന്നെ താഴേക്ക് വരുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നു, അപ്പോൾ ഉണ്ടാകുന്നു. ദൈവം കൽപ്പിച്ചു, അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പോൾ ഉണ്ടാകട്ടെ, ദൈവം കൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനയാലാണ് ഇതെല്ലാം പിന്നീട് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു രാജാവ് കൽപ്പിക്കുന്നത് പോലെയാണ് സംഭവിക്കുന്നത്. ഈ രാജഭരണകാലത്ത് രാജാവ് കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കൽപ്പന നിയമമാണ്. രാജാവിൻ്റെ കൽപ്പന അത് നിയമമാണ്, അതിന് ലംഘിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവം കൽപ്പിക്കുന്നു, 10 വട്ടം അങ്ങനെ കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഓരോ പ്രാവശ്യവും അത് നാം കാണുന്നു, അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പോൾ ദൈവം കൽപ്പിക്കുന്നു, കൽപ്പിച്ചത് സംഭവിക്കുകയും ചെയ്യുന്നു. ഒരു രാജാവിൻ്റെ കൽപ്പന നിയമമായിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കൽപ്പനയാണ് പ്രപഞ്ചത്തിലെ നിയമം എന്ന് പറയുന്നത്. ദൈവം വെച്ചതാണ്. പ്രപഞ്ച നിയമമായാലും ധാർമ്മിക നിയമങ്ങളായാലും അതെല്ലാം നിശ്ചയിക്കുന്നത് ദൈവമാണ്, മനുഷ്യനല്ല. മനുഷ്യന് ഒരിക്കലും പ്രപഞ്ച നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുകയില്ല, ധാർമ്മിക നിയമങ്ങൾ ഉണ്ടാക്കാനും പറ്റുകയില്ല. അവയൊക്കെ അനുസരിക്കാനേ പറ്റുകയുള്ളൂ. ഈ നിയമങ്ങളെ ലംഘിക്കാൻ, പ്രപഞ്ച നിയമങ്ങളെ ലംഘിക്കാൻ മനുഷ്യന് കഴിയില്ല. ധാർമ്മിക നിയമങ്ങൾ ലംഘിക്കുന്നുണ്ട്, പാപം വന്നതിൻ്റെ ശേഷം അത് ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രപഞ്ച നിയമങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം അതൊന്നും ലംഘിക്കാൻ സാധിക്കുകയില്ല. ഇതനുസരിക്കാൻ മാത്രമേ മനുഷ്യന് കഴിയുകയുള്ളൂ. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിൻ്റെ 1 വാക്യം തന്നെ നമ്മൾ കാണുന്നത് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. അവിടെ ദൈവം ആ പ്രഖ്യാപിക്കുന്നത് ഡെമോക്രസി അല്ല, അത് തിയോക്രസിയാണ്. അതായത് ദൈവാധിപത്യ ഭരണ വ്യവസ്ഥിതിയാണ് ദൈവം അവിടെ പറയുന്നത്. ആ വ്യവസ്ഥിതിയിൽ ദൈവം രാജാവാണ്, പ്രപഞ്ചം അവിടുത്തെ രാജ്യമാണ്, ദൈവത്തിൻ്റെ വചനം അവിടുത്തെ നിയമമാണ്. ഈ രീതിയിലാണ് ദൈവം കാര്യങ്ങളെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം അവസാനിക്കുമ്പോൾ 31 വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് താൻ ഉണ്ടാക്കിയതിനെല്ലാം ദൈവം നോക്കി നല്ലതെന്ന് കണ്ടു എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ നല്ലതെന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയതെല്ലാം നല്ലതാണെന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അത് അവ ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നു, മനുഷ്യന് പ്രയോജനകരമായ രീതിയിൽ, മനുഷ്യന് ആവശ്യമായ രീതിയിൽ അവ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മനുഷ്യന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ദൈവം കൃത്യമായിട്ട് റെഡിയാക്കി വച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം മനുഷ്യനെ ഉണ്ടാക്കുകയാണ്. മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ ആ ക്ഷേമരാഷ്ട്രത്തിനകത്ത്, പാപമില്ലാത്ത ആ ലോകത്ത് ദൈവം ഉണ്ടാക്കിയത് ഒരു ക്ഷേമരാഷ്ട്രമാണ്, മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രമാണ്. ആ ക്ഷേമരാഷ്ട്രത്തിൻ്റെ അകത്ത് മനുഷ്യൻ്റെ പദവി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വരൂപം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിരൂപം എന്നുള്ളതാണ്, ദൈവത്തിൻ്റെ പ്രതിമ. ഇതിന് വലിയ രാഷ്ട്രീയമാനമുണ്ട്. ഇത് നമ്മൾ ചെറുതായിട്ട് കാണേണ്ടുന്നൊരു കാര്യമല്ല, നിസ്സാരമായി കാണേണ്ടുന്നൊരു കാര്യമല്ല. ഇത് വളരെ പ്രാധാന്യമുള്ളത്, പ്രത്യേകിച്ച് അക്കാലഘട്ടത്തിൽ നമ്മളത് മനസ്സിലാക്കുമ്പോൾ, അന്നത്തെ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കുറേയും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിൻ്റെ 27 വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്നാണ് ഉൽപ്പത്തി 1:27. അപ്പോൾ ഈ പ്രസ്താവനയുടെ രാഷ്ട്രീയ പ്രാധാന്യം നാം ശരിയായിട്ട് മനസ്സിലാക്കാൻ അക്കാലത്തെ വ്യവസ്ഥിതിയെക്കുറിച്ച് നമ്മൾ അറിയണം. ഈ പഴയ കാലത്ത്
ഈജിപ്തിലും ബാബിലോണിലും ആർഷ ഭാരതത്തിലും, അതായത് നമ്മുടെയൊക്കെ ഈ നാട്ടിലുമൊക്കെ ഈ ഉന്നത അധികാര ശ്രേണികളിലുള്ള ആളുകൾ അവരുടെ അധികാരം നിലനിർത്തിയിരുന്നത് പല വിധത്തിലുള്ള നരേറ്റീവ്സുകളിലൂടെയാണ്, മത രാഷ്ട്രീയ ആഖ്യാനങ്ങളിലൂടെയാണ്. ഈജിപ്തിലും ബാബിലോണിലുമൊക്കെ രാജാവാണ് ദൈവത്തിൻ്റെ പ്രതീകം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിനിധി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരൂപം. ഇത്തിരി കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയാൻ ഫറവോ ദൈവത്തിൻ്റെ സ്വരൂപമാണ്. അല്ലെങ്കിൽ ബാബിലോണിലേക്കൊക്കെ അവിടുത്തെ സാഹിത്യം, കളിമൺ ലിഖിതങ്ങളൊക്കെ കിട്ടിയിട്ട് അതിലെല്ലാം നമ്മൾ കാണുന്നത് രാജാവ്, ബാബിലോണിലെ രാജാവ് ദൈവത്തിൻ്റെ സ്വരൂപമാണ്. ഒന്ന് രണ്ടിടങ്ങളിൽ മാത്രം, ഭൂരിഭാഗം ഇടങ്ങളിൽ രാജാവിനെയാണ് പറയുന്നതെങ്കിലും ബാബിലോണിൽ ഒന്ന് രണ്ടിടങ്ങളിലെ കളിമൺ ലിഖിതങ്ങളിൽ കാണുന്നത് പുരോഹിതനും ചില സമയത്ത് ചില പ്രത്യേക മന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്ത് പുരോഹിതനും ദൈവത്തിൻ്റെ സ്വരൂപമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്, ഈജിപ്തിലും ഈ ബാബിലോണിലുമൊക്കെ. എന്നാൽ നമ്മുടെ ഭാരതത്തിലേക്ക് വന്നാൽ, ആർഷ സംസ്കാരത്തിലേക്ക് വന്നാൽ രാജാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു വർഗം ഒന്നടങ്കം ദൈവത്തിൻ്റെ സ്വരൂപമായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്, ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായിട്ട്. അത് വേറെ വർഗമൊന്നുമല്ല, ബ്രാഹ്മണരെന്ന് പറയുന്ന വർഗമാണ്. മറ്റവിടുത്തെ രാജാവാണ് ദൈവത്തിൻ്റെ സ്വരൂപം, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണർ, അവർ ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. കേവലം പ്രതിനിധി എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർ ദൈവത്തിൻ്റെ പ്രതിനിധി എന്നുള്ളതല്ല, സാക്ഷാൽ ദൈവങ്ങളെ പോലും മന്ത്രം കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ബ്രാഹ്മണൻ എന്നാണ് ഇവിടെയുള്ളവർ വിശ്വസിച്ചിരുന്നത്. പത്മപുരാണത്തിലൊക്കെ അത്തരം ശ്ലോകങ്ങളുണ്ട്, നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. ദൈവാധീനം ജഗത് സർവം മന്ത്രാധീനം തു ദൈവതം തന്മന്ത്രോ ബ്രാഹ്മണാധീനം ബ്രാഹ്മണോ മമ ദൈവതം. അതായത് ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ അധീനതയിലാണ്, ദൈവമാണെങ്കിൽ മന്ത്രത്തിൻ്റെ അധീനതയിലാണ്. ആ ദൈവത്തെ നമുക്ക് മന്ത്രം കൊണ്ട് നിയന്ത്രിക്കാം. ആ മന്ത്രം ബ്രാഹ്മണൻ്റെ അധീനതയിലാണ്. അതുകൊണ്ട് ബ്രാഹ്മണോ മമ ദൈവതം, എൻ്റെ ദൈവം ആരാണ്? ബ്രാഹ്മണനാണ് ഇവിടെ ദൈവമായിട്ട് വരുന്നത്. അതായത് സാക്ഷാൽ ദൈവം, എല്ലാത്തിൻ്റെയും പരമാധികാരിയായിരിക്കുന്ന ദൈവം, എല്ലാത്തിൻ്റെയും പരമാധികാരിയാണെങ്കിൽ ആ ദൈവത്തിനെ നിയന്ത്രിക്കാനുള്ള റിമോട്ട് കൺട്രോൾ ഞങ്ങളുടെ കൈവശമാണ്. മനസ്സിലായോ? ഞങ്ങളുടെ കയ്യിൽ മന്ത്രമുണ്ട്, ഞങ്ങളുടെ മന്ത്രം വെച്ച് ഞങ്ങൾ ആ ദൈവത്തെ നിയന്ത്രിക്കും. ഇതാണ് ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രസ്താവനയിലൂടെ ഈ ബ്രാഹ്മണവർഗം ദൈവത്തിൻ്റെ മുകളിലാണ് തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചിരുന്നത്. അങ്ങനെയുള്ളൊരു കൾച്ചറാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ദൈവം എൻ്റെ കൈപ്പിടിയിലാണെന്ന് പറയുന്നതിലൂടെ സാധാരണ ജനങ്ങളെ ദൈവത്തെക്കാൾ അധികം ഭയപ്പെടേണ്ടുന്ന ഒരു കൂട്ടരായിട്ടാണ് ബ്രാഹ്മണരെ കണ്ടിരുന്നത്. അപ്പോൾ ഇത് ഈ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ ആർഷ സംസ്കാരത്തിലുണ്ടായിരുന്ന കാര്യമാണ്. ഇന്ന് ഈ സംഘികളും സംഘിദാസന്മാരായ നാമധായ ക്രൈസ്തവരുമൊക്കെ വളരെ മഹത്തായതെന്ന് കൊട്ടിഘോഷിക്കുന്ന ഈ ആർഷഭാരത സംസ്കാരത്തിൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ മനസ്സിലാക്കിയാലാണ് ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള പ്രസ്താവനയുടെ ആഴം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. മനുസ്മൃതി 9:319 പറയുന്നത്, ബ്രാഹ്മണർ നിന്ദ്യമായ സകല കർമ്മങ്ങളിലും ഏർപ്പെട്ടിരുന്നാലും അവരെ എല്ലാ വിധത്തിലും പൂജിക്കേണ്ടതാണ്, കാരണം അവർ ഉത്കൃഷ്ട ദൈവങ്ങളാകുന്നു എന്നാണ്. അവർ എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും, എന്ത് മോശം കാര്യം, എന്ത് നിന്ദ്യമായ പ്രവൃത്തികൾ ചെയ്താലും അവരെല്ലാ വിധത്തിലും പൂജിക്കണം, കാരണം അവർ ഉത്കൃഷ്ട ദൈവങ്ങളാകുന്നു. ഇനി മഹാഭാരതത്തിലെ അനുശാസന പർവം എന്ന് പറയുന്നൊരു പർവ്വമുണ്ട്. അത് ഭീഷ്മർ, ഈ മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞു, ഭീഷ്മർ ശരശയ്യയിൽ കിടക്കുകയാണ്. അപ്പോൾ ഭരണസംബന്ധമായിട്ടുള്ള ഉപദേശം തേടാൻ വേണ്ടി കൃഷ്ണൻ യുധിഷ്ഠിരൻ മാത്രമല്ല പാണ്ഡവരെ ഭീഷ്മരുടെ അടുക്കലേക്ക് അയക്കുന്നു. അങ്ങനെ ഭീഷ്മരോട് ഭരണസംബന്ധമായ, ഇത് രാഷ്ട്രീയമാണ്, എങ്ങനെയാണ് ഭരിക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ അതിൽ ഈ അനുശാസന പർവം അധ്യായം 33 പറയുന്നൊരു കാര്യമുണ്ട്. ഭീഷ്മർ പറഞ്ഞു കൊടുക്കുകയാണ്, ബ്രാഹ്മണർ ദേവന്മാരുടെ ദൈവങ്ങളും പിതൃക്കളുടെ പിതൃക്കളുമാകുന്നു. അവർക്ക് കോപം വന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് ദേവന്മാരെ ദേവന്മാരല്ലാതാക്കി മാറ്റാൻ ബ്രാഹ്മണർക്ക് സാധിക്കുമെന്നാണ്. ബ്രാഹ്മണരെന്ന് പറയുന്നത്, അതായത് നമ്മളെപ്പോലത്തെ സാധാരണ മനുഷ്യരൊന്നും അല്ല എന്നാണ് ഈ പറയുന്നത്. മനസ്സിലായോ? നമ്മളെപ്പോലുള്ളവരൊന്നുമല്ല, ദൈവങ്ങളെ തന്നെ എടുത്തു മാറ്റാൻ കഴിയും. ഇനി മഹാഭാരത അനുശാസന പർവ്വം 151 അധ്യായത്തിൽ പറയുമ്പോൾ ഇത്രയും കൂടി കടത്തിയാണ് പറയുന്നത്, ബ്രാഹ്മണർ ആഗ്രഹിക്കുകയാണെങ്കിൽ പുതിയ ലോകങ്ങളെ തന്നെ സൃഷ്ടിക്കും. അവർ കോപിച്ചാൽ മറ്റ് ദേവന്മാരെ പോലും സൃഷ്ടിക്കാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ടതാണെന്നാണ് യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഓരോ വർണ്ണങ്ങളെയൊക്കെ
ഭരിക്കുമ്പോൾ വർണ്ണങ്ങളെ അവരോട് ഇടപെടേണ്ടത്. അപ്പോൾ പറയാണ് ഇത് വേറെയുണ്ട്. ഇതിനു മുമ്പ് ശാന്തിപർവ്വമുണ്ട്. ശാന്തിപർവ്വത്തിൽ 60-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട് ഇതേ കാര്യം. 60-ാം അധ്യായമല്ല, ഇതിന് മുമ്പൊക്കെ ഉള്ള പല അധ്യായങ്ങളിലും പറയുന്നുണ്ട്. രാജധർമാനുശാസനത്തിലും ആ പർവ്വത്തിലും പറയുന്നുണ്ട്. ബ്രാഹ്മണരോട് നീ മുട്ടാൻ പോകരുത്. യുധിഷ്ഠിര നീ അവരോട് നീ ഉരസാൻ പോകരുത്. അവർ നീ വിചാരിക്കുന്ന പോലത്തെ ചില്ലറ ടീംസൊന്നും അല്ല. അവർ വേണമെങ്കിൽ ദൈവത്തെ തന്നെ മാറ്റും. ഇതൊന്നും വെറുതെ പറയുന്നതല്ല, ഇവരുടെ പുരാണങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ത്രിശങ്കു സ്വർഗം എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ത്രിശങ്കു സ്വർഗം എന്താ സംഭവം എന്നറിയോ? ത്രിശങ്കു എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. നല്ല മാന്യനായ രാജാവാണ്. അപ്പോൾ അദ്ദേഹം ധാരാളം ദാനകർമ്മങ്ങളും മറ്റു കർമ്മങ്ങളൊക്കെ നടത്തിയൊക്കെ അങ്ങനെ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം ഉടലോടെ സ്വർഗത്തിൽ പോകണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുലഗുരു എന്ന് പറയുന്നത് വസിഷ്ഠനാണ്. അപ്പോൾ അദ്ദേഹം കുലഗുരുവായ വസിഷ്ഠനോട് പറയും, ഗുരു എനിക്കൊരാഗ്രഹം, ഒരു മഹായാഗം നടത്തി ഉടലോടെ സ്വർഗത്തിൽ പോകണം. അപ്പോൾ വസിഷ്ഠൻ പറയും, നീ എന്തൊക്കെ ഈ പറയുന്നത്? അതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഉടലോടെ സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ നടക്കുമൊന്നുമില്ല. നീ ആ മോഹം വിട്ടുപിടിയെന്ന് പറയും. പുള്ളിക്ക് ത്രിശങ്കു പറഞ്ഞാൽ അത് ശരിയാവില്ല, എനിക്ക് ആഗ്രഹമാണ് ഉടലോടെ സ്വർഗത്തിൽ പോകണം. പറ്റില്ല എന്ന് വസിഷ്ഠനും. അപ്പോൾ ഈ തർക്കം കുറേ മൂത്ത് കഴിഞ്ഞപ്പോൾ ഈ ത്രിശങ്കു പറയും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ആചാര്യന്മാരെ നിശ്ചയിച്ച് അവരെ കൊണ്ട് കർമ്മങ്ങൾ നടത്തിയിട്ട് ഞാൻ ഉടലോടെ സ്വർഗത്തിൽ പൊക്കോളാം. അപ്പോൾ അത് കേട്ടപ്പോൾ വസിഷ്ഠൻ്റെ ഈഗോ ഹർട്ടായി. കാരണം പുള്ളിയാണല്ലോ അവിടെ രാജഗുരുവായിട്ടിരിക്കുന്നത്, ആചാര്യൻ. അപ്പോൾ പുള്ളിനെ മാറ്റിയിട്ട് വേറൊരാളെ കൊണ്ടുവരികയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ വസിഷ്ഠൻ കൊടുത്തു അപ്പം തന്നെ ഒരു ശാപം, നീ രാക്ഷസനായി പോകട്ടെ. ഉടനെ ത്രിശങ്കു രാക്ഷസനായി കഴിഞ്ഞതിന് ശേഷം പുള്ളി നടക്കുന്ന സമയത്ത് ഇതാ വസിഷ്ഠൻ്റെ 100 മക്കൾ, അവരും ചോട്ടാമുനികളാണ്. അപ്പോൾ അവരിങ്ങനെ പോവുകയാണ്. ഈ ത്രിശങ്കുവിന് ഇത് കണ്ടപ്പോൾ ഇവർ വസിഷ്ഠൻ്റെ മക്കളല്ലേ, ഇവർ അപ്പനാണ് എന്നെ ശപിച്ച്, ഇവരച്ഛനാണ് എന്നെ ശപിച്ച് രാക്ഷസനായി, എന്നാൽ ശരി വെറും രാക്ഷസനല്ല, നരഭോജിയായ രാക്ഷസനായി തീരട്ടെ എന്നും പറഞ്ഞാൽ ശപിച്ചത്. അപ്പോൾ അതുകൊണ്ട് ശാപം ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, ഈ 100 മക്കളെയും പിടിച്ച് തിന്നും. അത് കഴിഞ്ഞ് ത്രിശങ്കുവിന് അപ്പോഴും മനസ്സിൽ നിന്ന് ആഗ്രഹം പോയിട്ടില്ല, ഉടലോടെ സ്വർഗത്തിൽ പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശ്വാമിത്രനെ കാണുന്നത്. അപ്പോൾ ഈ വസിഷ്ഠനും വിശ്വാമിത്രനും ദുഷ്മനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടിയാണ്, എപ്പോഴും പോട്ടിയാണ്. വസിഷ്ഠൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വിശ്വാമിത്രൻ പാരവയ്ക്കും, വിശ്വാമിത്രന് വസിഷ്ഠൻ അധികം പാരവയ്ക്കുന്നില്ല, പക്ഷേ ഈ മറ്റേ പുള്ളി എപ്പോഴും ഇങ്ങോട്ട് വയ്ക്കും. അപ്പോൾ ഇദ്ദേഹം വിശ്വാമിത്രനോട് പറയും, ഗുരു എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് വസിഷ്ഠൻ എന്നെ ശപിച്ചു, ഞാനിങ്ങനെ രാക്ഷസനായി മാറി, എൻ്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹം പോയിട്ടില്ല, എന്നെ ഉടലോടെ സ്വർഗത്തിലെത്തിക്കണം. അപ്പോൾ വിശ്വാമിത്രൻ പറയുമോ, വസിഷ്ഠന് കഴിയാത്ത കാര്യമാണല്ലോ, എന്നാൽ ശരി ഞാനത് കാണിച്ചു തരാം. കാരണം ഇവർ തമ്മിലുള്ള പ്രശ്നം കൊണ്ടാണ്, ഈഗോ ക്ലാഷ് ഉണ്ട് രണ്ടുപേരും തമ്മിൽ. അപ്പോൾ വസിഷ്ഠന് കഴിയാത്തൊരു കാര്യമായതുകൊണ്ട് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് വിശ്വാമിത്രൻ വലിയ യാഗം നടത്തിയിട്ട് ഇദ്ദേഹത്തെ ഈ റോക്കറ്റ് മുകളിലേക്ക് വിടുന്ന പോലെയാണ് ത്രിശങ്കുവിനെ മുകളിലേക്ക് വിടുന്നത്, സ്വർഗത്തിലേക്ക് ഉടലോടെ വിടും. പുള്ളി പോകുന്ന കാണുമ്പോൾ മുമ്പ് ഉടലോടെ വരുന്നത് തന്നെ ഇന്ദ്രനും ടീമിനും ഇഷ്ടമല്ല, മനുഷ്യൻ ഉടലോടെ സ്വർഗത്തിലേക്ക് വരുന്നത് ഇഷ്ടമല്ല. ഇതിപ്പോൾ വരുന്നത് വെറും മനുഷ്യനല്ല, രാക്ഷസനാണ്. രാക്ഷസൻ്റെ ശരീരവുമായിട്ടാണ് വരുന്നത്, സമ്മതിക്കോ? അവരവിടെ നിന്ന് ചവിട്ടി താഴോട്ടിട്ട്, അപ്പോൾ മുകളിലോട്ട് പോയ പുള്ളി അതിനേക്കാൾ സ്പീഡിലാണ് താഴോട്ട് വരുന്നത്. അപ്പോൾ അന്നേരം പുള്ളി കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി, ഗുരു അതേ ഞാൻ താഴോട്ട് വരുന്നു, എന്നെ രക്ഷിക്കണേന്നും പറഞ്ഞ്. അപ്പോൾ വിശ്വാമിത്രൻ നോക്കിയപ്പോൾ അവൻ താഴോട്ടാണ് വരുന്നത്, നിൽക്കവിടെയെന്ന് പറഞ്ഞു. ത്രിശങ്കു അവിടെ നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ശരി നിന്നെ ആ സ്വർഗത്തിൽ കയറ്റിയില്ല അല്ലേ, ശരി നിനക്ക് വേണ്ടി ഞാൻ വേറെ സ്വർഗ്ഗം ഉണ്ടാക്കും, വേറെ ഇന്ദ്രനെ ഉണ്ടാക്കും, മറ്റ് ദേവന്മാരെ മുഴുവൻ ഉണ്ടാക്കും എന്നും പറഞ്ഞ് പുള്ളി അവിടെ തുടങ്ങി പണി. യാഗം കൊണ്ടൊക്കെ കത്തിച്ച് അതിനകത്തൊക്കെ എന്തൊക്കെയോ പരിപാടി തുടങ്ങിയിട്ട് പുതിയ സ്വർഗ്ഗം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ദ്രനെ മനസ്സിലായി പണി പാളി. ഇന്ദ്രൻ വേഗം വരും വസിഷ്ഠൻ്റെ അടുത്തേക്ക്, കൈകാല് പിടിക്കും, ഗുരു അത് ചെയ്യരുത്, അങ്ങൊരിക്കലും ഇങ്ങനെ ചെയ്യരുത്, വേറെ ദേവന്മാരെയും വേറെ സ്വർഗ്ഗമൊന്നും ഉണ്ടാക്കാൻ പാടില്ല, വേറെ ഇന്ദ്രനെ ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആവും. അപ്പോൾ വിശ്വാമിത്രൻ പറയും, ശരി നീ പറഞ്ഞുകൊണ്ട് ഞാൻ പോയത് ഉണ്ടാക്കുന്നില്ല, പക്ഷെ നിലവിലുള്ള സ്ഥലത്തിൽ അവിടെ ഇരിക്കട്ടെ, അത് തന്നെയാണ് അവൻ്റെ സ്വർഗം എന്നും പറഞ്ഞ് ഈ ത്രിശങ്കുവിനെ അവിടെ ആക്കി. ഭൂമിക്കും ഒറിജിനൽ സ്വർഗത്തിനും ഇടയിൽ എവിടെയോ ആക്കി. അതാണ് ഈ ത്രിശങ്കു സ്വർഗം എന്ന് പറയാറില്ല. അതായത് ഇവിടുന്ന് പുറപ്പെടുകയും ചെയ്ത് അവിടെ എത്തിയിട്ടുമില്ല. ആ അവസ്ഥയെ കുറിക്കാനാണ് ത്രിശങ്കു സ്വർഗം എന്ന് നമ്മൾ പിന്നീട് ഭാഷയിൽ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവരുടെ പുരാണങ്ങളിലുള്ളതാണ്. ഇവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ദേവന്മാരെ മാറ്റാം, പുതിയ ദേവന്മാരെ ഉണ്ടാക്കാം, സ്വർഗത്തെ ഉണ്ടാക്കാം എന്ന് വെച്ചാൽ കേവലം ദൈവത്തിൻ്റെ പ്രതിരൂപം എന്നുള്ളതല്ല, അതിൻ്റെ അപ്പുറത്ത് ദൈവതുല്യരായിട്ട് സ്രഷ്ടാക്കളായിട്ട് തന്നെയാണ് ഇവരെ കാണുന്നത്. മനസ്സിലായോ? ദേവന്മാരെ വരെ ഉണ്ടാക്കാൻ കഴിവുള്ളവർ. അങ്ങനെയാണ് ഇവരുടെ പുരാണങ്ങളിൽ ബ്രാഹ്മണനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നിലവിലുള്ള ദേവന്മാരെ പുറത്താക്കിയിട്ട് പുതിയ ഇന്ദ്രനെയും വരുണനെയും എല്ലാത്തിനെയും ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോകക്രമം നിലനിൽക്കുമ്പോഴാണ് മോശയിലൂടെ ദൈവം ലോകത്തോട് വിളംബരം ചെയ്യുന്നത്,
ഫറവോയോ രാജാക്കന്മാരോ ബ്രാഹ്മണരോ അങ്ങനെയുള്ളവർ മാത്രമല്ല, സകല മനുഷ്യരും ദൈവത്തിൻ്റെ സ്വരൂപമാണ്. മനസ്സിലായോ? ആ കാലഘട്ടത്തിൽ ചില വ്യക്തികൾക്ക് മാത്രം, ഈജിപ്തിൽ ഫറവോയ്ക്ക് മാത്രം, ബാബിലോണിൽ ഫറവോയ്ക്കും ചില പുരോഹിതന്മാർക്കും മാത്രം, ആർഷഭാരതത്തിലാണെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണ വർഗത്തിന് മാത്രം ഉണ്ടായിരുന്ന ആ പ്രിവിലേജ്, ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുന്ന ആ പദവി മോശയെ കൊണ്ട് ദൈവം എഴുതിപ്പിക്കുകയാണ്. അത് ചില വ്യക്തികൾക്ക് മാത്രമുള്ളതല്ല, സകല മനുഷ്യർക്കും ഉള്ളതാണ്. സകല മനുഷ്യരും ദൈവത്തിൻ്റെ സ്വരൂപമാണ്. അപ്പോൾ മനുഷ്യരെ തട്ടുതട്ടുകളായിക്കൊക്കെ തിരിച്ച്, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നൊക്കെ പറഞ്ഞ് ഇതായിട്ട് തിരിച്ച് അതിൽ ബ്രാഹ്മണനെ മാത്രം ദൈവമാക്കുകയും ദളിതരെയും അവർണരെയും മൃഗങ്ങളെക്കാൾ ഹീനമായി കാണുകയും ചെയ്യുന്ന ഈ ഹിന്ദുത്വ ഐഡിയോളജിക്ക് എതിരെയുള്ള അതിശക്തമായ പ്രഹരമാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങളിൽ ദൈവം എഴുതി വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മോശയെ കൊണ്ട് എഴുതിപ്പിച്ചത്. സകല മനുഷ്യരും, ദൈവരാജ്യത്തിൽ സകല മനുഷ്യരും തുല്യരാണ്. കാരണം എല്ലാവരും ദൈവത്തിൻ്റെ സ്വരൂപമുള്ളവരാണ്, ദൈവത്തിൻ്റെ സ്വരൂപത്തിലുള്ളവരാണ്. ഈ പ്രസ്താവനയുടെ രാഷ്ട്രീയ പ്രാധാന്യം നമ്മൾ കൃത്യമായിട്ട് ശരിയായിട്ട് മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. കാരണം ഇവിടെ സ്വരൂപം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു വാക്ക് സലം എന്നുള്ളതാണ്. സലം എന്നുള്ള വാക്ക് ബൈബിളിൽ മൊത്തം 17 പ്രാവശ്യം ആ വാക്ക് വരുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 5 പ്രാവശ്യം, ഉൽപ്പത്തിക്ക് വെളിയിൽ അത് 12 പ്രാവശ്യം വരുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 5 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പോസിറ്റീവായ അർത്ഥത്തിലാണ്. എന്നാൽ ഉൽപ്പത്തിക്ക് പുറത്ത് നമ്മൾ നോക്കിയാൽ ഇതെല്ലാം വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ടാണ് സലം എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നത്. ഉദാഹരണം 1 ശമൂവേൽ 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, 11-ാം വാക്യം. അവിടെ പെട്ടകം പിടിക്കപ്പെട്ട് ഫെലിസ്ത്യരുടെ അടുക്കലേക്കൊക്കെ പോയ സമയത്ത് അവിടെ നിന്ന് ഈ എലികളുടെയും മൂലക്കുരുവിൻ്റെയും പ്രതിമകൾ ഉണ്ടാക്കി പെട്ടകത്തോടൊപ്പം വെച്ചിട്ട് തിരിച്ചയക്കുന്ന കാര്യം പറയുന്നുണ്ട്. അവിടെ ആ പ്രതിമകൾ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത് സലം എന്നുള്ള വാക്കാണ്. അതുപോലെ 2 രാജാക്കന്മാർ 11-18, 2 ദിനവൃത്താന്തം 23-17, യെഹെസ്കേൽ 7-20, യെഹെസ്കേൽ 16-17, ആമോസ് 5-26 ഈ ഭാഗങ്ങളിലൊക്കെ സലം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പ്രതിമ അല്ലെങ്കിൽ വിഗ്രഹം അല്ലെങ്കിൽ സ്വരൂപം എന്നൊക്കെയുള്ള, രൂപം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകം 1-27 അക്ഷരാർത്ഥത്തിൽ നമ്മൾ വായിച്ചാൽ ദൈവം മനുഷ്യനെ തൻ്റെ പ്രതിമയായി സൃഷ്ടിച്ചു എന്നാണ്. സ്വരൂപത്തിൽ മലയാളത്തിൽ അങ്ങനെ തർജ്ജമ ചെയ്തിരിക്കുന്നു. പക്ഷെ ആ വാക്ക് മറ്റു പലയിടങ്ങളിലും ആ വാക്ക് വന്നിരിക്കുന്നതെല്ലാം പ്രതിമ എന്നുള്ള, പ്രതിമ അല്ലെങ്കിൽ വിഗ്രഹം അല്ലെങ്കിൽ രൂപം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ദൈവം മനുഷ്യനെ തൻ്റെ പ്രതിമയായി സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ പ്രതിമയായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള ആ പ്രസ്താവനയുടെ രാഷ്ട്രീയ പ്രാധാന്യം ഇന്നത്തെ കാലത്ത്, നമ്മൾ ജനാധിപത്യ കാലത്ത് ജീവിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. ഇതൊരു ചെറിയ പ്രസ്താവനയല്ല, വളരെയധികം പ്രാധാന്യമുള്ള ഒരു പ്രസ്താവനയാണ്, രാഷ്ട്രീയ പ്രസ്താവനയാണ്. അതായത് പുരാതന കാലത്തെ ഈ രാജഭരണകാലത്ത് ഏകാധിപത്യ ഭരണ സംവിധാനമൊക്കെ ഉള്ളപ്പോൾ അത്തരം ഭരണകൂടങ്ങളുടെ നെഞ്ചിലിട്ട ഒരു പൊളിറ്റിക്കൽ ബോംബാണ് വാസ്തവത്തിൽ ആ പ്രസ്താവന. മോശെ ഇക്കാര്യം പറയുന്നത് ഇസ്രായേൽ ജനത്തോടാണ്. ഇസ്രായേലിലാണെങ്കിൽ അതുവരെ ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞവരാണ്. 430 വർഷം അവർ ഈജിപ്തിലായിരുന്നു. അപ്പോൾ ആ മോശയുടെ കാലത്തുള്ള ആ ജനം മുഴുവൻ ഈജിപ്തിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. അവർക്കിതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം പെട്ടെന്ന് പിടികിട്ടും. ഞാനത് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. ഈ പുരാവസ്തു ഗവേഷകർ ലോകത്തിലെ പലയിടങ്ങളിൽ നിന്ന് ഈ പഴയ കാലത്തെ ഭരണാധികാരികളുടെ പ്രതിമകൾ കണ്ടെടുക്കുന്നുണ്ട്. നമുക്കറിയാം, ആർക്കിയോളജിസ്റ്റുകൾ പലയിടങ്ങളിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് പല പഴയ രാജാക്കന്മാരുടെ പ്രതിമകൾ കണ്ടെടുത്തിട്ടുണ്ട്, ചൈനയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്, ഈജിപ്തിൽ നിന്ന് ഫറവോമാരുടെ കിട്ടിയിട്ടുണ്ട്, റോമിൽ നിന്ന്, ബാബിലോണിൽ നിന്ന്, പലയിടങ്ങളിൽ നിന്ന്, എല്ലായിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ്, ഇങ്ങനെ രാജാക്കന്മാർ വെറുതെ ചുമ്മാ ഈ പ്രതിമകൾ ഉണ്ടാക്കി വയ്ക്കുകയായിരുന്നോ? ഇത്രയധികം പ്രതിമകൾ കിട്ടാൻ വേറെ പണിയൊന്നുമില്ലാതെ ചുമ്മാ പ്രതിമകൾ ഉണ്ടാക്കി വയ്ക്കുകയായിരുന്നു. അത് നേരം പോക്കിനുണ്ടാക്കി വെച്ചതൊന്നുമല്ല, അതിന് രാഷ്ട്രീയ കാരണമുണ്ട്. കാരണം പ്രതിമ എന്ന് പറയുന്നത് അക്കാലത്ത് അധികാര ചിഹ്നമായിരുന്നു. അതായത് ഇപ്പോൾ സൈന്യാധിപന്മാർ പോയിട്ട് ഒരു പ്രദേശം ആക്രമിച്ച് കീഴടക്കി സാമ്രാജ്യത്തോട് അല്ലെങ്കിൽ രാജ്യത്തോട് ചേർക്കുന്നു. രാജാവ് അങ്ങോട്ട് ചിലപ്പോൾ പോയിട്ടേ ഉണ്ടാവില്ല യുദ്ധത്തിന് വേണ്ടിയിട്ടൊന്നും. രാജാവ് രാജകൊട്ടാരത്തിലായിരിക്കും, ഭടന്മാർ പോയിട്ട് യുദ്ധം ചെയ്ത് ഇങ്ങോട്ട് കൂട്ടിച്ചേർത്തതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ, രാജാവ് ഒരുപക്ഷെ അയാൾ മരിക്കുന്നവരേക്കും ആ പ്രദേശത്ത് പോയെന്നും വരില്ല. അപ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ഈ പ്രദേശത്ത് രാജാവിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കും. രാജാവിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അധികാരം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത്
രാജാവ് നേരിട്ട് അവിടെ ഇല്ലെങ്കിലും രാജാവിൻ്റെ പ്രതിമയുണ്ട്. ആ പ്രതിമ രാജാവിൻ്റെ സാന്നിധ്യത്തെയും അധികാരത്തെയും പ്രതിനിധീകരിക്കുന്നതാണ്. അതായത് ഈ പ്രദേശം ഇന്ന രാജാവിൻ്റെയാണ്, ഇവിടെ ആ രാജാവിൻ്റെ അധികാരം നിലനിൽക്കുന്നു, ഈ പ്രതിമ ആ രാജാവിനെ പ്രതിനിധാനം ചെയ്യുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ രാജ്യം വിസ്തൃതമാകും തോറും, ഭൂമി കൂടുതൽ ഇവർ കയ്യേറി പിടിച്ചെടുക്കും തോറും, അല്ലെങ്കിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തി സാമ്രാജ്യത്തോട് ചേർക്കും തോറും പ്രതിമകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? പ്രതിമകളുടെ രാഷ്ട്രീയ പ്രാധാന്യം അതാണ്. അപ്പോൾ ആരെങ്കിലും രാജാവിൻ്റെ പ്രതിമയെ അശുദ്ധമാക്കുകയോ തകർക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ആ പ്രതിമയോട് അനാദരവായിട്ട് പെരുമാറുകയൊക്കെ ചെയ്താൽ അത് കേവലം ഒരു കല്ലിനോടോ അല്ലെങ്കിൽ ഒരു മരത്തോടോ അല്ലെങ്കിൽ ഒരു ലോഹത്തോടോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും, മരത്തിൻ്റെയോ കല്ലിൻ്റെയോ ലോഹത്തിൻ്റെയൊക്കെ പ്രതിമകളാണ് രാജാക്കന്മാരുടെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ആ കല്ലിനോടോ മരത്തിനോടോ ലോഹത്തിനോടോ കാണിച്ച അനാദരവായിട്ടല്ല, സാക്ഷാൽ രാജാവിനോട് കാണിച്ച അല്ലെങ്കിൽ ചക്രവർത്തിയോട് കാണിച്ച അനാദരവായിട്ടാണ് പരിഗണിക്കുക അതിനെ. മനസ്സിലായോ? ഇങ്ങനെ ഓരോ പ്രദേശത്ത് പുതിയ പുതിയ പ്രതിമകൾ വെച്ചിട്ട് ആ പ്രതിമയെ ബഹുമാനിക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പ്രതിമയെ ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അനാദരവായിട്ട് പെരുമാറുകയൊക്കെ ചെയ്താൽ അത് ഈ രാജാവിനോട് കാണിക്കുന്ന അനാദരവാണ്. രാജാവിനെ വധിക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമായിട്ടാണ് പരിഗണിക്കുന്നത്. അതായത് രാജ്യദ്രോഹമാണ്, വധശിക്ഷ കിട്ടും. മനസ്സിലായി? അത്രയും പ്രധാനപ്പെട്ട ഒരു കുറ്റമായിട്ടാണ് അത് കണ്ടിരുന്നത്. അപ്പോൾ ഫറവോമാർ തങ്ങളുടെ കൂറ്റൻ കൽപ്രതിമകൾ ഈജിപ്തിൽ മുഴുവൻ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഇസ്രായേൽ ജനത്തിന് അറിയാം, അവർ കണ്ടിട്ടുള്ളതാണ്. ആ പ്രതിമയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതിന് എത്ര ബഹുമാനം കൊടുക്കണമെന്നുള്ള കാര്യമൊക്കെ അവർക്കറിയാം, കാരണം അവരവിടെ അടിമകളായി കഴിഞ്ഞവരാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ രാജാവായ ദൈവം തൻ്റെ സാമ്രാജ്യമായ ഭൂമിയിൽ തൻ്റെ അധികാരം സ്ഥാപിക്കാൻ നിർജീവമായ കല്ലുകൊണ്ടോ മരം കൊണ്ടോ ലോഹം കൊണ്ടോ ഉള്ള പ്രതിമയല്ല ഉണ്ടാക്കിയത്, മറിച്ച് ആരെയാണ്? മനുഷ്യനെയാണ്. അതാണ് തൻ്റെ പ്രതിമയായിട്ട് മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് പറയുന്നതിൻ്റെ ആശയം. മനസ്സിലായോ? ആ മനുഷ്യൻ രാജാവിൻ്റെ അധികാരത്തെ പ്രതിനിധാനം ചെയ്യുന്നവനാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അധികാരത്തെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അധികാരത്തെ ഭൂമിയിൽ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതാണ് സ്ഥലം എന്നുള്ളത്. കാരണം ഇസ്രായേലിന് അറിയാം, ഫറവോൻ്റെ സ്ഥലം കണ്ടാൽ ഫറവോൻ്റെ സ്ഥലത്തോട് എങ്ങനെയാണ് ഇടപെടേണ്ടത്, അതിന് എത്ര ബഹുമാനം കൊടുക്കണം. അതേ രീതിയിൽ തന്നെ പറയാണ് ഇവിടെയും. ജീവനുള്ള മനുഷ്യനെ ദൈവം തൻ്റെ പ്രതിമയായി ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുതെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇവിടെയാണ് കിടക്കുന്നത്. അതിൻ്റെ ആത്മീയ കാര്യങ്ങൾ നമുക്കറിയാം, നമ്മളതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിൻ്റെ രാഷ്ട്രീയ കാരണം ഇതാണ്. കാരണം ദൈവത്തിൻ്റെ പ്രതിമയെ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് ജീവനുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ പോയിട്ട് ഇനി ദൈവത്തിന് വേണ്ടി വേറൊരു പ്രതിമയെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ദൈവത്തിൻ്റെ പ്രതിമയെ ഉണ്ടാക്കി, അതാണ് ജീവനുള്ള മനുഷ്യനെന്ന് പറയുന്നത്. ആ മനുഷ്യൻ ഇനി പോയിട്ട് വേറൊരു പ്രതിമ, ദൈവത്തിന് വേണ്ടി ഒരു പ്രതിമയെ ഉണ്ടാക്കേണ്ട, അത് ദൈവത്തെ അപമാനിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള വചനത്തിലൂടെ രാജാവിന് മാത്രം അവകാശപ്പെട്ട ദൈവസ്വരൂപം എന്നുള്ള പദവി ദൈവം ഓരോ സാധാരണ മനുഷ്യനും നൽകുകയാണ്. ഇത് വിപ്ലവകരമായിട്ടുള്ള ഒരാശയമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ബൈബിളിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളുള്ളൂ. അക്കാലത്ത് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥങ്ങളിലും നിങ്ങളിത് കാണുകയില്ല. അതിനകത്തെല്ലാം നമ്മൾ കാണുന്നത് ഒന്നുകിൽ രാജാവിന് അല്ലെങ്കിൽ പുരോഹിത വർഗത്തിന്, ഇന്ത്യയിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണർക്ക്, അപ്പം അങ്ങനെയുള്ള ചില ആൾക്കാർക്ക് മാത്രം പ്രിവിലേജ് കിട്ടുന്ന രീതിയിലാണ് അതെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിളിൽ മാത്രമാണ് ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ മനുഷ്യരെയും തുല്യരായി കണ്ട് എല്ലാവർക്കും ആ അന്തസ്സ്, തുല്യമായിട്ടുള്ള രാജകീയ അന്തസ്സ്. കാരണം സ്വരൂപം എന്ന് പറയുമ്പോൾ പ്രത്യേകമായൊരു കഴിവാണ്, രാജാവിന് മാത്രമുള്ളതാ, അല്ലെങ്കിൽ പുരോഹിതന് മാത്രമുള്ളതാ, ബ്രാഹ്മണർക്ക് മാത്രമുള്ളതാ, അവർക്ക് മാത്രമേ അന്തസ്സ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് കണക്കാക്കിയിരുന്നത്. പക്ഷേ ബൈബിൾ അത് തിരുത്തുകയാണ്. ബൈബിൾ പറയുന്നത് സകല മനുഷ്യർക്കും ഈ അന്തസ്സുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ കണ്ണിൽ, ഈജിപ്തിലും മറ്റുമൊക്കെ ഫറവോ രാജാവിൻ്റെ സ്വരൂപമാണ്. സാധാരണ മനുഷ്യരെന്ന് പറയുന്ന ഈ ഫറവോനും ദൈവങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാനുള്ളവരാണ്, അടിമകളാണ്, അങ്ങനെയുള്ളവരാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ലോകക്രമത്തിലാണ് മോശ ഇത് എഴുതിയതെന്ന് നിങ്ങൾ മറക്കരുത്. മോശ കൃത്യമായിട്ടത് എഴുതി വയ്ക്കുകയാണ്. അല്ലെങ്കിൽ ദൈവം മോശയിലൂടെ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഫറവോയോ രാജാവോ അല്ലെങ്കിൽ ഏതെങ്കിലും പുരോഹിത വർഗമോ മാത്രമല്ല ദൈവത്തിൻ്റെ സ്വരൂപം. അങ്ങനെ ഒരു പ്രത്യേക അധികാരം ആർക്കുമില്ല, എല്ലാവർക്കും, സകല മനുഷ്യർക്കും ദൈവം ആ അധികാരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ജനതയോട് മോശ ഇത് പറയുമ്പോൾ അവരുടെ ആത്മാഭിമാനത്തെ ഉയർത്തുന്നതാണ്. അവരടിമയായി കിടന്നവരോട് പറയുകയാണ്, നീ കേവലം അടിമയൊന്നുമല്ല, അങ്ങനെ നീ ചിന്തിക്കേണ്ട, നീ അടിമയൊന്നുമല്ല, നീ ദൈവത്തിൻ്റെ സ്വരൂപമാണ്.
അപ്പോൾ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന ഏതൊരു മനുഷ്യനും അവൻ്റെ അന്തസ്സിനെ ഉയർത്താൻ പര്യാപ്തമായ കാര്യമാണ് ദൈവം പറയുന്നത്. ഏതൊരു മനുഷ്യനും, അവൻ സ്വതന്ത്രനാകട്ടെ അടിമയാകട്ടെ, ധനികനാകട്ടെ ദരിദ്രനാകട്ടെ, സെലിബ്രിറ്റി ആകട്ടെ സാധാരണക്കാരനാകട്ടെ, കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ, പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, ഏതോ ആകട്ടെ, ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. അവർക്ക് രാജതുല്യമായ അന്തസ്സുണ്ട്. മാത്രമല്ല, ഇത് ഒരു മനുഷ്യനും മറ്റൊരാളെക്കാളും മേലെയല്ല എന്നുള്ള കാര്യം കൂടിയാണ്. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ അടിമയാക്കി ഭരിക്കാൻ ദൈവികമായിട്ടുള്ള യാതൊരു അവകാശവും ദൈവം നൽകുന്നില്ല. കാരണം എല്ലാവരും ഒരേപോലെ ദൈവത്തിൻ്റെ സ്വരൂപമാണ്. ഇത് ഇന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുള്ള കാലഘട്ടത്തിൽ ഇന്ന് നമുക്കിതിൽ വലിയ ഇതൊന്നും തോന്നുകയില്ല. എല്ലാവരും തുല്യരാണെന്നൊക്കെ പറയുമ്പോൾ ജനാധിപത്യ കാലത്ത് നമ്മൾ അങ്ങനെയുള്ളൊരു ലോകക്രമത്തിൽ ജീവിക്കുമ്പോൾ നമുക്കതിൽ വലിയ ഇതൊക്കെയാണ് ഇത്ര വലിയ പുതുമയുള്ള കാര്യമെന്ന് തോന്നും. പക്ഷെ നമ്മൾ ഓർക്കണം, മോശെ ഇത് പറഞ്ഞത് 3500 കൊല്ലം മുൻപാണ്. 3500 കൊല്ലം മുമ്പ് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ പ്രഖ്യാപനമൊക്കെ നടത്തുന്നതിനും എത്രയോ 1000 വർഷങ്ങൾക്ക് മുൻപാണ് മോശെ ഇത് പറഞ്ഞത് നമ്മൾ ഓർക്കണം. അപ്പോൾ ലോകചരിത്രത്തിൽ ആദ്യമായി മനുഷ്യർക്കെല്ലാം തുല്യ അവകാശവും തുല്യ നീതിയും ഉണ്ടെന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രീയ പുസ്തകമാണ് ബൈബിൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിന് രാഷ്ട്രീയമായിട്ടും കൂടി നമ്മൾ വായിക്കണം, ആത്മീയ തലത്തിൽ മാത്രം വായിച്ചാൽ പോരാ എന്ന് ഞാൻ പറഞ്ഞത്. കല്ലിൽ തീർത്ത രാജാവിൻ്റെ പ്രതിമയേക്കാൾ വിലയും പവിത്രതയും ചേരിയിൽ കിടക്കുന്ന സാധാരണക്കാരനായ മനുഷ്യനും ഉണ്ടെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ നടക്കുന്ന പ്രതിമകളാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ പരിണാമവാദികൾക്ക് ഉത്തരം പറയാൻ പറ്റാത്തൊരു കേസ്. എന്തുകൊണ്ട് അവർ പറയുന്നത് മൃഗങ്ങളിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് മനുഷ്യരെന്നാണ്. മൃഗങ്ങളിൽ നിന്ന് പരിണമിച്ചുണ്ടായി. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ജീവനും മനുഷ്യൻ്റെ ശരീരത്തിനും മാത്രം ഇത്ര പവിത്രതയുള്ളത്? കാട്ടിനകത്ത് മറ്റ് മൃഗങ്ങൾ പിടിച്ചു തിന്നുന്നു, ഉപദ്രവിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു? ആ മൃഗങ്ങൾക്കെതിരെ ആരെങ്കിലും കേസ് കൊടുക്കുന്നുണ്ടോ? നേരത്തെ ജെറിബ്രദർ പറഞ്ഞു, പട്ടിക്കെതിരെ പോലും നമ്മൾ കേസ് കൊടുക്കുകയില്ല, ചെയ്യില്ല. കാട്ടിനകത്ത് മാത്രമല്ല, നാട്ടിലായാലും മൃഗങ്ങൾക്കെതിരെ ഒന്നും ഇത് വരുന്നില്ല. എന്നാൽ മനുഷ്യൻ്റെ ശരീരത്തെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ, മനുഷ്യൻ്റെ അന്തസ്സിനെ ഹാനി വരുന്ന രീതിയിൽ ആരെങ്കിലും പെരുമാറിയാൽ, അല്ലെങ്കിൽ മനുഷ്യനെ കൊന്നാൽ മറ്റൊരു മനുഷ്യനെതിരെ കേസ് വരികയാണ്. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ രക്തം ആരെങ്കിലും ചൊരിയിച്ചാൽ അവൻ്റെ രക്തവും ചൊരിയിക്കും. കാരണം ദൈവത്തിൻ്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, രാജാവിൻ്റെ പ്രതിമയെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ, അതിനോട് അനാദരവായി പെരുമാറിയാൽ അത് രാജാവിനെതിരെയുള്ള കുറ്റകൃത്യമാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതിമയാണ്. ദൈവത്തിൻ്റെ പ്രതിമയെ ആരെങ്കിലും കൊന്നാൽ, ഉപദ്രവിച്ചാൽ, അത് ആ മനുഷ്യനോട് മാത്രമുള്ള കുറ്റമല്ല, അവനെതിരെയുള്ള കുറ്റകൃത്യം മാത്രമല്ല, ദൈവത്തിനെതിരെ. കാരണം അവൻ ദൈവത്തിൻ്റെ പ്രതിമയാണ്. ഇതുകൊണ്ടാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ ശരീരവും മനുഷ്യൻ്റെ ജീവനും പവിത്രതയുള്ളതായിട്ട് പരിഗണിക്കുന്നത്. ഇതെല്ലാം ബൈബിളിൽ നിന്ന് വന്നതാണ്. ഈ എല്ലാ രാജ്യങ്ങളിലെയും ഭരണഘടനയിൽ മനുഷ്യന് പ്രത്യേക ഇതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഇതെല്ലാം ബൈബിളിൽ നിന്നാണ് വന്നത്, വേറെ എങ്ങൊന്നല്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ അന്തസ്സിനെക്കുറിച്ച്, മനുഷ്യൻ്റെ അന്തസ്സ്, അവൻ്റെ അഭിമാനത്തെ എല്ലാം ഉയർത്തുന്ന പുസ്തകമായിട്ടാണ് ബൈബിൾ ഇരിക്കുന്നത്. മനുഷ്യൻ വെറും പണിക്കാരനല്ല, അവൻ ഭരണാധികാരിയാണ്. അവൻ രാജാവിൻ്റെയോ ബ്രാഹ്മണരുടെയോ അടിമയല്ല, അവൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. അവൻ കളിമണ്ണല്ല, ദൈവത്തിൻ്റെ ജീവനുള്ള പ്രതിമയാണ്. അപ്പോൾ ഈ രീതിയിലെല്ലാം ബൈബിൾ പറയുമ്പോൾ ഇതിന് ഘടകവിരുദ്ധമായ കാര്യമാണ് സംഘികളും സംഗീതാസന്മാരുമൊക്കെ ഇന്ന് മഹത്തായതെന്ന് കൊട്ടിഘോഷിക്കുന്ന ആർഷ സംസ്കാരത്തിലുണ്ടായിരുന്നത്. അവിടെ സകല മനുഷ്യരെയും തുല്യരായി കാണുന്നതിന് പകരം ജനങ്ങളെ പല തട്ടുകളായി തിരിച്ച് അവർക്കിടയിൽ അകൽച്ചയുടെ, അറപ്പിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ മതിൽക്കെട്ടുകൾ പണിയുന്ന ഒരു സംസ്കാരമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആർഷ സംസ്കാരം എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആർഷ സംസ്കാരത്തിനകത്ത് നമ്മൾ നോക്കിയാൽ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും മാത്രമേ അന്തസ്സുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ താഴേക്ക് ശൂദ്രൻ ഈ വർണ്ണത്തിൽ ഉൾപ്പെട്ടവനാണ്, സവർണനാണ്, എന്നാൽ പക്ഷെ അവന് അന്തസ്സുണ്ടായിരുന്നില്ല. ഇനി ശൂദ്രൻ്റെ താഴെയുള്ളവരെ നോക്കിയാലോ, അവർണരെന്ന് പറയുന്ന വിഭാഗത്തിലുള്ളവർ നോക്കിയാൽ അവർക്കും അന്തസ്സുണ്ടായിരുന്നില്ല. അവരുടെയൊക്കെ അന്തസ്സിന് പുല്ലുവില പോലും കൽപ്പിക്കാതിരുന്ന ഒരു സംസ്കാരമാണ് ഇന്ന് മഹത്തായതെന്ന് ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചരിത്രം പഠിക്കേണ്ടത്, ചരിത്രത്തിലേക്ക് നോക്കേണ്ടതൊക്കെ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അതിനെ അന്ധമായിട്ട് മഹത്വവൽക്കരിക്കാനല്ല.
പഴയ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുകയാണ് ഒന്നാമതായിട്ട് വേണ്ടത്. നാളെ നടക്കാതിരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കണം, അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ നോക്കണം. അതാണ് സാധാരണഗതിയിൽ ചെയ്യേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അതല്ല നടക്കുന്നത്. ആർഷ സംസ്കാരം മഹത്തരമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹത്തരമായ സംസ്കാരത്തെ തിരികെ കൊണ്ടുവരണമെന്നാണ് ഇന്ന് സംഘികൾ പറയുന്നത്. സംഘിദാസന്മാരും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഘികൾക്ക് വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്തിരുന്നുള്ളതാണ്. മനുസ്മൃതി 10:129 പറയുന്നൊരു കാര്യമുണ്ട്. സ്വന്തമായി അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കാൻ കഴിവുള്ളവനാണെങ്കിൽ കൂടി ഒരു ശൂദ്രൻ ഒരിക്കലും പണം സമ്പാദിക്കാനോ കൂട്ടിവെക്കാനോ പാടില്ല. കാരണം ശൂദ്രൻ്റെ കൈവശം ധനം വന്നു ചേർന്നാൽ അവൻ ബ്രാഹ്മണരെ തന്നെ ധിക്കരിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യും. ഇതാണ് മനുസ്മൃതിയിൽ പറയുന്നത് 10:129. അപ്പോൾ ശൂദ്രന് കഴിവില്ലാത്തത് കൊണ്ടല്ല, കഴിവുണ്ടെങ്കിലും അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. സ്വന്തമായി അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കാൻ കഴിവുള്ളവനാണെങ്കിൽ കൂടി, അവൻ കഴിവുള്ളവനാണെങ്കിലും അവൻ വളരാൻ പാടില്ല, അവൻ സ്വത്ത് സമ്പാദിച്ചു വയ്ക്കാൻ പാടില്ല. കാരണം അവൻ സാമ്പത്തികമായിട്ട് വളർന്നാൽ അവരുടെ അധികാരത്തെ അവൻ ചോദ്യം ചെയ്യും. സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ, മറ്റൊരുത്തനെയും ആശ്രയിച്ച് കഴിയേണ്ടുന്ന ഒരു സ്ഥിതി ഇല്ലെങ്കിൽ എന്തു ചെയ്യും? കൊള്ളരുതായ്മകൾ കണ്ട, അവർ കൊള്ളരുതായ്മ കാണിക്കുന്നത് കണ്ട ചോദ്യം ചെയ്യും. അപ്പം അങ്ങനെ അവൻ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ അത് തങ്ങളുടെ സുഖലോലുപതയ്ക്ക് അത് ഭീഷണിയാണെന്നുള്ളത് കൊണ്ടാണ്, അവരുടെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുടെ പുറത്താണ് ഇത്തരം ശ്ലോകങ്ങളെല്ലാം വന്നിരിക്കുന്നത്. മനുസ്മൃതി 8:417 പറയുന്നത് ഒരു ബ്രാഹ്മണന് ശൂദ്രൻ്റെ കയ്യിൽ നിന്ന് യാതൊരു മടിയും കൂടാതെ സ്വത്ത് പിടിച്ചെടുക്കാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ശൂദ്രന് സ്വന്തമായി യാതൊന്നും തന്നെ ഇല്ല, അവൻ്റെ ധനം അവൻ്റെ യജമാനൻ എടുക്കാനുള്ളതാണെന്നാണ്. അപ്പോൾ വിയർപ്പൊഴുക്കാൻ ഒരുവൻ, ആ വിയർപ്പിൻ്റെ ഫലം അനുഭവിക്കാൻ മറ്റൊരുവൻ. അതാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ശൂദ്രൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കാൻ പാടില്ല, സ്വത്ത് സമ്പാദിക്കാൻ പാടില്ല. ഇനി എങ്ങനെയെങ്കിലുമൊക്കെ അവൻ സ്വത്ത് സമ്പാദിച്ച് അവൻ്റെ കയ്യിൽ എന്തെങ്കിലും ചില്ലറ ഉണ്ടെന്ന് കണ്ടാൽ ഒരു സംശയവും കൂടാതെ, അതായത് മറ്റൊരുത്തിൻ്റെ പൈസ അല്ലേ ഞാൻ എടുക്കുന്നത്, ശരിയാണോ എന്നുള്ളൊരു സംശയം വേണ്ടെന്നാണ് പറയുന്നത് മനു പറയുന്നത്. ഒരു സംശയവും കൂടാതെ ആ സ്വത്ത് പിടിച്ചെടുക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ വിയർപ്പൊഴുക്കുന്ന ഒരുത്തനും അവൻ്റെ സ്വത്ത് പിടിച്ചെടുക്കുന്ന വേറൊരുത്തനും. അപ്പോൾ ഇതിൻ്റെ പേര് സംസ്കാരം എന്നല്ല, ഇത് നിയമവിധേയമായ കൊള്ളയടിയാണ്. കൊള്ളയടിച്ചു കഴിഞ്ഞാൽ പരാതിപ്പെടാൻ പറ്റില്ല. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും വന്ന് പൈസ എടുത്തുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാം. ആർഷ സംസ്കാര കാലത്ത് അത് പറ്റില്ല, ശൂദ്രന് പരാതിപ്പെടാൻ പറ്റില്ല. കാരണം അവരുടെ നിയമത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുകയാണ് അത് മറ്റവന് പിടിച്ചെടുക്കാനുള്ളതാണ്. പച്ചയായിട്ടുള്ള സാമ്പത്തിക ഫാസിസമാണ് ഈ ആർഷ സംസ്കാരത്തിൽ നിലനിന്നിരുന്നത്. മാത്രമല്ല ഇത് സാമ്പത്തികമായിട്ട് തകർക്കുന്ന പരിപാടി അങ്ങനെ അത് മാത്രമല്ല കേട്ടോ, മാനസികമായിട്ട് എങ്ങനെ തകർക്കാമെന്നുള്ളത് ഇവർ കുറേ ഗവേഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യനെ അടിമയാക്കി നിർത്താൻ പറ്റുക, ശാരീരികവും ആത്മീയവും മാനസികവുമായിട്ട് എങ്ങനെയൊക്കെ അടിമയാക്കാം. ഇവരുടെ ഓരോരോ ശ്ലോകങ്ങളൊക്കെ നോക്കിയാൽ ഒരു പുസ്തകത്തിലല്ല, മനുസ്മൃതിയിൽ മാത്രമല്ല, ഇപ്പോൾ ഗൗതമധർമ്മസൂത്രം എന്ന് പറയുന്ന ഒന്നുണ്ട്. പിന്നെ മഹാഭാരതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഈ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഗൗതമധർമ്മസൂത്രത്തിൻ്റെ 2ാമത്തെ ഭാഗം 1-ാം അധ്യായം അതിൻ്റെ 57 മുതൽ 61 വരെയുള്ള സൂത്രങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്. ശൂദ്രൻ ഉപജീവനത്തിനായി മേൽജാതിക്കാരെ സേവിക്കണം. അവന് നൽകേണ്ടത് യജമാനൻ ഉപയോഗിച്ച് പഴകിയതോ ജീർണിച്ചതോ ആയ ചെരുപ്പും കുടയും വസ്ത്രവുമാണ്. അവൻ്റെ ഭക്ഷണം യജമാനൻ്റെ എച്ചിലായിരിക്കണം. അവസാനത്തെ ശ്രദ്ധിച്ചോ, ഉച്ഛിഷ്ടാസനം എന്നാണ് സംസ്കൃതത്തിലെ ആ ശ്ലോകം. ഉച്ഛിഷ്ടാസനം 61ാമത്തെ ശ്ലോകം. ഉച്ഛിഷ്ടാസനം, ഉച്ഛിഷ്ടം എന്ന് പറയുന്നത് നമുക്കറിയാം, ഭക്ഷണം കഴിച്ച് അവശേഷിക്കുന്നത്. ഉച്ഛിഷ്ടം എച്ചിൽ, ആസനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം, എച്ചിലായിരിക്കണം അവൻ്റെ ഭക്ഷണം. ഒരു മനുഷ്യനെ അവൻ്റെ അന്തസ്സിനെ എത്രമാത്രം ചവിട്ടി തയ്ക്കുന്ന പരിപാടിയാണത്. എച്ചിൽ തിന്നാൻ കൊടുക്കുന്നത്. അവൻ പണിയെല്ലാം എടുക്കണം, അവനാണ് പണിയെടുക്കേണ്ടത്. പണിയെടുത്തിട്ട് അവന് കൊടുക്കേണ്ടതാണ് ഉപയോഗിച്ച് പഴകിയ സാധനങ്ങൾ, അതാണ് കൊടുക്കേണ്ടത്. തിന്നാൻ കൊടുക്കേണ്ടത് ഉച്ഛിഷ്ടം. ഇനി മഹാഭാരതം ശാന്തിപർവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശാന്തിപർവം ഇത് തന്നെ. ഈ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഉപദേശം തേടി ചെല്ലുന്നതാണ്. ഉപദേശം തേടി ചെല്ലുമ്പോഴാണ് ഓരോ കൂട്ടരെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോഴാണ് ഇത് പറയുന്നത്. ശാന്തിപർവം 60-ാം അധ്യായത്തിൽ പറയുകയാണ്, ഉപയോഗിച്ചു പഴകിയ കുട, തലപ്പാവ്, വടി, ചെരുപ്പ്, വിശറി എന്നിവയാണ് ദ്വിജന്മാർ ശൂദ്രന് നൽകേണ്ടത്. ദ്വിജന്മാർക്ക് ധരിക്കാൻ കഴിയാത്ത വിധം കീറിപ്പറഞ്ഞതും മുഷിഞ്ഞതുമായ വസ്ത്രങ്ങൾ ശൂദ്രന് കൊടുക്കണം. അതുമാത്രമാണ് ശൂദ്രന് അവകാശപ്പെട്ട ധനം എന്നാണ്. നമുക്കറിയാം, നല്ല വസ്ത്രമൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും നിൽക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. ഏതൊരാളുടെയും മുമ്പിൽ ഒരു കുഴപ്പമില്ലാത്ത നല്ല വസ്ത്രത്തിലാണെങ്കിൽ അങ്ങനെയുള്ള ആത്മവിശ്വാസം അവൻ ഉണ്ടാകരുത്, ഒരു കോൺഫിഡൻസ് ഉണ്ടാകരുത്. അവൻ എപ്പോഴും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലായിരിക്കണം.
മനസ്സിലായോ? എപ്പോഴും അപകർഷബോധത്തിൽ അവൻ ജീവിക്കണം. അതുകൊണ്ടാണ് നല്ല വസ്ത്രം കൊടുക്കരുത്, യജമാനന്മാരൊക്കെ ഉപയോഗിച്ച് പഴകിയിട്ട് കീറത്തുണി അതൊക്കെയാണ് കൊടുക്കേണ്ടത്. ഇനി മനുസ്മൃതി 10:125 പറയുന്നത് ശൂദ്രന് ആഹാരാവശിഷ്ടവും പഴയ തുണികളും നൽകണം. ഈ ആഹാരാവശിഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? എച്ചിലാണ്, കഴിച്ചതിൻ്റെ ബാക്കി വരുന്ന അവശിഷ്ടം. ആഹാരാവശിഷ്ടവും പഴയ തുണികളും നൽകണം. അതുപോലെ ധാന്യത്തിലെ പതിരും പഴകിയ കട്ടിലും കിടക്കയും കൊടുക്കണം. മനുസ്മൃതി 10:125. അപ്പം മനുഷ്യൻ്റെ വിശപ്പിന് മറ്റൊരാളുടെ എച്ചിലിൻ്റെ വിലയും അവൻ്റെ മാനത്തിന് കീറത്തുണിയുടെ വിലയും കൽപ്പിച്ച ഒരു വ്യവസ്ഥിതിയെയാണ് ഇന്ന് ഇവന്മാർ മഹത്തായ ആർഷ സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. മനുഷ്യത്വം എന്ന് പറയുന്ന സംഗതി ഇതിൻ്റെ അകത്ത് അന്യമാണ്. ആർഷ സംസ്കാരത്തിൽ മനുഷ്യത്വം എന്ന് പറയുന്നത് അന്യമാണ്. അത് കണി കാണാൻ കിട്ടുകയില്ല. അത്രമാത്രം മനുഷ്യത്വ വിരുദ്ധമായിരുന്നു ഇവിടുത്തെ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാട്ടിലെ ശൂദ്രരുടെയും അവർണരുടെയും ഒക്കെ ജീവിതങ്ങളെ ചവിട്ടിമെതിച്ച ആർഷ സംസ്കാരത്തിലെ ഈ വരികൾ നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. ഇത് കേവലം ഒരു അസമത്വമല്ല. അസമത്വം എല്ലായിടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ഒന്നല്ല ഇത്. ഇതൊരു വലിയ ജനവിഭാഗത്തിൻ്റെ അന്തസ്സിനെ, അവരുടെ ജീവിത സ്വപ്നങ്ങളെ, അവരുടെ അധ്വാനത്തെയൊക്കെ ഇരുമ്പ് ചങ്ങലയിട്ട് പൂട്ടി വച്ചിരുന്ന ഒരു നരകതുല്യമായൊരു വ്യവസ്ഥയായിരുന്നു ഇത്. ഇതുപോലത്തെ ഒരു വ്യവസ്ഥ ലോകത്തിൽ ഒരു സംസ്കാരങ്ങളിലും കാണുകയില്ല, ഒരിടത്തും. കാരണം ശൂദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ ജന്മനാ അടിമയാണെന്നാണ് പറയുന്നത്. ജന്മനാ അടിമയാണ്. ജന്മനാ കിട്ടിയതായതുകൊണ്ട് തന്നെ അത് വിട്ടുപോവുകയില്ല. എങ്ങനെ ആയാലും അത് വിട്ടുപോവുകയില്ല. മനുസ്മൃതിയിലൊക്കെ അത് പറയുന്നുണ്ട്. അവനിൽ നിന്ന് അവൻ്റെ ദാസ്യത്വത്തെ എങ്ങനെ വിടർത്താൻ കഴിയും എന്നാണ്. യജമാനൻ സ്വതന്ത്രനാക്കി വിട്ടാലും അവൻ സ്വതന്ത്രനാവുകയില്ല. ലോകത്തിലെ മറ്റ് സംസ്കാരങ്ങളിലെല്ലാം ഒരുത്തൻ അടിമയായി കഴിഞ്ഞാൽ അടിമത്തത്തിൽ നിന്ന് അവന് രക്ഷപ്പെടാനുള്ള വകുപ്പുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഇസ്രായേലിലാണെങ്കിൽ നമുക്കറിയാം, ഒരു ഇസ്രായേലിനാണെങ്കിൽ 6 വർഷം അടിമയായിരുന്നാൽ മതി, 7-ാം വർഷത്തിൽ അവൻ സ്വതന്ത്രനാകും. ഇനി അതല്ല, പുറമേ നിന്ന് വന്നിട്ട് അടിമയായിരുന്നാണെങ്കിൽ ജൂബിലി സംവത്സരം, യോബേൽ സംവത്സരത്തിൽ അവൻ സ്വതന്ത്രനാകും. ഇവിടെ പക്ഷെ സ്വാതന്ത്ര്യമില്ല, മരണം വരെ അടിമയായി കഴിയണം. അപ്പം അങ്ങനെ അസമത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തിയ ഈ ആർഷ സംസ്കാരം നൂറ്റാണ്ടുകളോളം നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നിരുന്ന കാളകൂട വിഷമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം. ഒരിക്കലും ഉള്ളിൻ്റെ ഉള്ളിൽ അല്പമെങ്കിലും മനുഷ്യത്വമുള്ള ഒരാൾക്ക് ഒരിക്കലും ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല, ഇതിൽ അഭിമാനം കൊള്ളാൻ കഴിയില്ല. ഈ സംസ്കാരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അപമാനം കൊണ്ട് തല തുനിക്കുകയല്ലാതെ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ സാധിക്കുകയില്ല. ഇന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ ഹിന്ദുത്വ സർക്കാരുകൾ മതപരിവർത്തന നിരോധന നിയമങ്ങൾ കൊണ്ടുവരികയാണ് പലയിടങ്ങളിലും. ഒരു പൗരൻ എന്ത് വിശ്വസിക്കണം, ആരെ വിശ്വസിക്കണം, ഏത് മതത്തിൽ വിശ്വസിക്കണം, ഏത് ദൈവത്തിൽ വിശ്വസിക്കണം, ഏത് ദൈവത്തെ ആരാധിക്കണം എന്നൊക്കെ ഭരണകൂടം തീരുമാനിക്കുന്ന ഒരവസ്ഥയാണ്. ഇതൊരു ഭീകരാവസ്ഥയാണ് വാസ്തവത്തിൽ. കാരണം ഞാൻ ആരെ വിശ്വസിക്കണം, ഏത് ദൈവത്തിൽ വിശ്വസിക്കണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്, എൻ്റെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെ ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനമാണ്, അവരുടെ ഇഷ്ടമാണ്, അവരുടെ മനസാക്ഷിയുടെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് അവരെടുക്കുന്ന തീരുമാനമാണ്. അതൊരിക്കലും ഭരണകൂടം തന്നതല്ല. ഈ സ്വാതന്ത്ര്യം, മനസാക്ഷിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭരണകൂടം തന്നതല്ല, അത് ദൈവം തന്നതാണ് നമുക്ക്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് കൊടുത്തിട്ടുള്ളതാണ്. ദൈവം പോലും മനസാക്ഷിയുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നില്ല. ഒരു മനുഷ്യൻ്റെ മനസാക്ഷിയുടെ സ്വാതന്ത്ര്യത്തിൽ ദൈവം പോലും കൈ കടത്തുന്നില്ല. ദൈവം അങ്ങനെ കൈ കടത്തുമായിരുന്നെങ്കിൽ ഏദൻ തോട്ടത്തിൽ വെച്ച് കൈ കടത്തിയാനെ. ആ പഴം പറിച്ചു തിന്നാൻ പോകുന്ന സമയത്ത് ദൈവം എന്ത് ചെയ്താനെ? ദൈവം ഇടപെട്ടാനെ. ദൈവം ഇടപെട്ടില്ല. ഒരു മനുഷ്യന് അവൻ്റെ മനസാക്ഷിയിൽ ശരിയെന്ന് തോന്നുന്ന കാര്യം, അത് ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, പക്ഷെ അവന് ശരിയാണെന്ന് തോന്നുന്ന കാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം എനിക്ക് യേശുക്രിസ്തുവാണ് ദൈവം എന്ന് എൻ്റെ മനസാക്ഷിയിൽ എനിക്ക് തോന്നിയിട്ട് ആ ദൈവത്തെ ആരാധിക്കാൻ ഞാൻ തീരുമാനിച്ചാൽ അതിനെ തടയാൻ ആർക്കും സാധിക്കുകയില്ല. ഭരണകൂടം അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളതിനെ നേരിടേണ്ടത്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള നമ്മുടെ അവകാശത്തെ ഇവർ കാവ്യ പുതച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത്? ഇതിന് ഈ ക്രൈസ്തവ നാമധാരികളായ ഈ സംഘീയ അടിമകൾ അവർ ഈ സംഘികൾക്കൊപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെപ്പോഴും അവർ ഞാൻ പറഞ്ഞില്ലേ, ക്രൈസ്തവ നാമധാരികളായതുകൊണ്ട് ബൈബിളൊക്കെ ചെറുതായിട്ടൊക്കെ അറിയാം, ബൈബിളൊക്കെ അവർ വായിച്ചിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്, 1-2 വാക്യങ്ങളാണ്. അതെടുത്തുകൊണ്ട് വന്നിട്ട് പറയും, ഏത് മനുഷ്യന് ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താലല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. അപ്പോൾ അവർ ഈ വാക്യം എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളോട് പറയും, ഭരണാധികാരികളെ അനുസരിക്കാൻ ബൈബിൾ പറയുന്നുണ്ട്.
ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താലല്ലാതെ അധികാരമൊന്നുമില്ല. അപ്പോൾ ഭരണാധികാരികളെ നമ്മൾ അനുസരിക്കണം. അപ്പോൾ ഡൽഹിയിലിരിക്കുന്നവരായാലും കേരളത്തിലിരിക്കുന്നവരായാലും യു പിയിലുള്ളവരായാലും ശരി, എവിടെയുള്ളവരാകട്ടെ, ഭരണാധികാരികളെ നമ്മൾ അനുസരിക്കണം. അവർ പാസ്സാക്കുന്ന നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം എന്നാണ് അവർ പറയുന്നത്. എന്നാൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എല്ലാ നിയമങ്ങളും അനുസരിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് കടമയില്ല. ഭരണകൂടം പറയുന്നതെല്ലാം കണ്ണുമടച്ച് അനുസരിക്കാനല്ല ബൈബിൾ നമ്മളോട് പറയുന്നത്. നമ്മളത് കൃത്യമായിട്ട് വ്യക്തമായും മനസ്സിലാക്കണം. ഭരണകൂടം ദൈവവചനത്തിന് വിരുദ്ധമായ നീതിരഹിതമായ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ പരസ്യമായി ലംഘിക്കാൻ ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് സാധിക്കണം. ഈ നിയമലംഘനം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നിയമലംഘന പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണ്. കാരണം ബ്രിട്ടീഷ് ഭരണകൂടം നീതിരഹിതമായ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിനെ ലംഘിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രസ്ഥാനം വരുന്നത്. അപ്പം നമ്മളതുപോലെ തന്നെയാണ്. ചില സമയത്ത് നിയമലംഘന പ്രസ്ഥാനം നമ്മൾ നടത്തേണ്ടി വരും. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ചിന്ത തോന്നിയ കാര്യം പറയുന്നതല്ല. ഞാൻ ബൈബിളിൽ നിന്ന് ചില ഉദാഹരണങ്ങളുണ്ട്, കുറേ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട് ബൈബിളിൽ. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നുള്ളൂ. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യം മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഈ ഫറവോ എബ്രായ സൂതികർമ്മിണികളെ വിളിച്ച് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എബ്രായ സ്ത്രീകളുടെ അടുക്കൽ സൂതികർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നുവെങ്കിൽ നിങ്ങളതിനെ കൊല്ലണം. ഇതാണ് ഫറവോ കൊടുത്ത കൽപ്പന. അപ്പോൾ ഫറവോൻ്റെ കൽപ്പന, രാജാവിൻ്റെ കൽപ്പന എന്ന് പറയുന്നത് നിയമമാണ്. അപ്പോൾ ഇതൊരു നിയമമാണ്. ആ 2 സ്ത്രീകളെ സംബന്ധിച്ച് ഫറവോൻ്റെ നിയമമാണത്. പക്ഷേ ഈ 2 സ്ത്രീകൾ ആ നിയമം അനുസരിച്ചോ അത് ലംഘിച്ചോ? അവരെന്താ ചെയ്തത്? അവർ ലംഘിക്കുകയാണ് ചെയ്തത്, അവരനുസരിക്കുകയല്ല ചെയ്തത്. അവരതനുസരിച്ചില്ല. നമ്മൾ അടുത്ത വാക്യത്തിൽ വായിക്കുന്നുണ്ട്, സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ട് മിസ്രൈൻ രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു എന്നാണ്. അപ്പോൾ ശക്തനായ ഫറവോയ്ക്കെതിരെ ദുർബലരായ 2 വയറ്റാട്ടികളുടെ സമരം. ഫറവോൻ്റെ കൽപ്പന, അതിന് 2 ദുർബലരായ 2 സ്ത്രീകൾ നിയമലംഘനം നടത്തിക്കൊണ്ടാണ് അതിനെ നേരിടുന്നത്. എന്തുകൊണ്ടാണ് അവരത് ചെയ്തത്? കാരണം ആ 2 സൂതികർമ്മിണികളും എബ്രായ സ്ത്രീകളാണ്. അവർക്കറിയാം ദൈവം എന്താണ് പറഞ്ഞിട്ടുള്ള കാര്യം. അബ്രഹാമിന്, നമ്മൾ ഉൽപ്പത്തി പുസ്തകം പിന്നീട് എഴുതുകയാണെന്നെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ ദൈവം അബ്രഹാമിന് നിയമങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോശയ്ക്ക് ന്യായപ്രമാണം എഴുതി കൊടുക്കുന്നതിന് മുമ്പേ അബ്രഹാമിനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അബ്രഹാം അത് തൻ്റെ മക്കളെ പഠിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് തലമുറയായി കൈമാറി കിട്ടിയിരിക്കുന്ന അറിവുണ്ട്. അപ്പോൾ ആ അറിവിനകത്ത് അവർക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ഏതൊരു മനുഷ്യനും ജീവിക്കാനുള്ള അവകാശമുണ്ട്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം പറയുന്നത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെറ്റുപെരുകി ഭൂമി മുഴുവൻ നിറഞ്ഞ് വാഴുവിൻ എന്നാണ് പറഞ്ഞ്. അപ്പോൾ ഏതൊരു മനുഷ്യനും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ഭരണകൂടം കൊടുത്ത അവകാശമല്ല, അത് ദൈവം കൊടുത്ത അവകാശമാണ്. സൃഷ്ടിപ്പിലേ കൊടുത്തിട്ടുള്ള അവകാശമാണ് ഏതൊരു മനുഷ്യനും. ആ ജീവിക്കാനുള്ള അവകാശം അത് ദൈവം കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ആ അവകാശം ഭരണകൂടത്തിന് എടുത്തു മാറ്റാൻ പറ്റില്ല. ഫറവോന് ആ നിയമം മനുഷ്യന് തന്ന ആ അവകാശം എടുത്തു മാറ്റാൻ പറ്റില്ല. ഏതൊരു മനുഷ്യനെന്നും പറയുമ്പോൾ എബ്രായ ആൺകുട്ടികൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഫറവോന്റെ കൽപ്പന ലംഘിക്കുന്നു, അതായിരുന്നു അവരുടെ നിലപാട്. ദൈവം അതിൻ്റെ പേരിൽ അവരോട് കോപിച്ചോ? ദൈവം കോപിച്ചൊന്നുമില്ല. നാം അവിടെ വായിക്കുന്നത് ദൈവം അവരെ അനുഗ്രഹിച്ചു എന്നാണ്. ഈ അടിസ്ഥാന മനുഷ്യാവകാശത്തിൽപ്പെട്ടതാണ് ജീവിക്കാനുള്ള അവകാശം എന്നൊക്കെ പറയുന്നത്. ഈ അടിസ്ഥാന മനുഷ്യാവകാശം ഞാൻ പറഞ്ഞല്ലോ, ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്സ്, അത് ഭരണകൂടത്തിൻ്റെ അല്ല, അത് ദൈവം തന്നതാണ്. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന അവകാശങ്ങൾക്കെതിരായി നിയമമുണ്ടാക്കാൻ ലോകത്ത് ഒരു ഭരണകൂടത്തിനും സാധിക്കുകയില്ല. അങ്ങനെ ഏതെങ്കിലും ഭരണകൂടം അത്തരമൊരു നിയമങ്ങൾ ഉണ്ടാക്കിയാൽ നാം ആ നിയമം ലംഘിക്കണം, എപ്പോഴും ലംഘിക്കണം. അങ്ങനെ ലംഘിച്ച ഈ സ്ത്രീകളെ ദൈവത്തിന് അവരോട് പ്രസാദകരമായി ദൈവം അവരെ അനുഗ്രഹിച്ചു. നാം വായിക്കുന്നത് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതുകൊണ്ട് ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ ചെയ്തു, ജനം വർദ്ധിച്ചു, ഏറ്റവും ബലപ്പെട്ടു. സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് അവൻ അവർക്ക് കുടുംബവർദ്ധനവ് നൽകി എന്നാണ്. ആ സ്ത്രീകളുടെ ധീരമായിട്ടുള്ള നിയമലംഘനത്തെ ദൈവം അംഗീകരിക്കുകയും അവർ അനുഗ്രഹിക്കുകയും ചെയ്തു. അതാണ് ബൈബിൾ നമ്മോട് പറയുന്നത്. അവർക്ക് കുടുംബവർദ്ധനവ് നൽകി. അതായത് അക്കാലത്ത്
വന്ധ്യകളായ സ്ത്രീകൾ, മച്ചികളായ സ്ത്രീകളുണ്ടല്ലോ, അങ്ങനെയുള്ളവരാണ് സൂതിഗർഭിണികൾ എന്നുള്ള ആ ഒരു നിലയിൽ ജോലി ചെയ്തിരുന്നത്. മച്ചികളായിരിക്കും അവർ. പക്ഷെ നാം വായിക്കുന്നത് ദൈവം അവർക്ക് മക്കളെ നൽകി, കുടുംബവർദ്ധനവ് നൽകിയെന്നാണ്. രാജാവിന്റെ നിയമം ലംഘിച്ചതിന് ദൈവം അവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അടുത്തതിലേക്ക് വരുന്ന സമയത്ത് നാം വായിക്കുന്നത് ഫറവോൻ എന്താ ചെയ്തത്? പിന്നെ ആദ്യം ഈ രണ്ട് സ്ത്രീകളോട് മാത്രം പറഞ്ഞ കാര്യം പിന്നീട് രാജ്യത്ത് മുഴുവൻ നിയമമാക്കുകയാണ്. സകല ജനത്തോടും പറയുകയാണ്, ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും, എബ്രായർക്ക് ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിലിട്ട് കളയണം. പെൺകുട്ടിയൊക്കെ ജീവനോടെ രക്ഷിച്ചോ, ആൺകുട്ടികളെ കൊന്നു കളഞ്ഞോ എന്ന് സാമ്രാജ്യത്തിനകത്ത് മുഴുവനുമുള്ള ജനങ്ങൾക്കാണ് പിന്നെ ആ കൽപ്പന കൊടുക്കുന്നത്. പുറപ്പാട് 2-ാം അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഫറവോന്റെ പുത്രി പോലും ആ നിയമം ലംഘിച്ചതായിട്ട് നമുക്ക് കാണാം. എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞിട്ടാണ് മോശയെ വെള്ളത്തിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ എബ്രായരുടെ ആൺകുഞ്ഞാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, പിതാവിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് തന്നെയാണ് മോശയെ വളർത്തുന്നത്. അപ്പോൾ ഇതൊരു ഉദാഹരണം. ഇനിയുണ്ട്, ഇതുപോലെ ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ കാണുന്നുണ്ട്, ഭൂരിപക്ഷ വർഗീയത ഒരു രാജ്യത്തെ നിയമമായിട്ട് മാറുമ്പോൾ വിശ്വാസി എന്ത് ചെയ്യണം, ഒരു ക്രൈസ്തവ വിശ്വാസി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്നത്. ഈ നെബൂഖദ്നേസർ രാജാവ് സ്വർണം കൊണ്ടൊരു വലിയ ബിംബം ഉണ്ടാക്കി ദൂര സമഭൂമിയിൽ പ്രതിഷ്ഠിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു എല്ലാവരും ഇതിനെ നമസ്കരിക്കണമെന്ന് കൽപ്പിച്ചു. ഇത് വാസ്തവത്തിൽ ഇക്കാലത്ത് ആധുനിക കാലത്തിലേക്ക് വരുമ്പോൾ ഈ ദേശീയത, ഈ ബിംബത്തിന് പകരം നാഷണലിസമാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നത്. ദേശീയത എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് പറയുകയാണ് അതിന് കീഴ്പ്പെട്ടോളണം, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ രാജാവിൻ്റെ ബിംബത്തെ നമസ്കരിക്കാത്തവൻ രാജകൽപ്പന ലംഘിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അവൻ രാജ്യദ്രോഹിയാണ്. അവനെ എരിയുന്ന തീച്ചൂളയിലേക്ക് എറിഞ്ഞു കൊല്ലും. ഇതാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള മറുപടി, അങ്ങനെ വരുന്ന സമയത്ത് അതിനുള്ള മറുപടി ശദ്രക്കും മോശക്കും അബേദ്നെഗോവും, ഇവർ രണ്ടുപേരും, ശദ്രക്കും മേശക്കും അബേദ്നെഗോവും, ഇവർ 3 പേരും പറയുന്നുണ്ട്. അവർ പറയുന്ന കാര്യം ഇതാണ്: ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. ഇനി അഥവാ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ നിൻ്റെ വിഗ്രഹത്തെ നമസ്കരിക്കുകയില്ല എന്നാണ് നെബൂഖദ്നേസറിനോട് പറയുന്നത്. ഇനി അഥവാ വിടുവിച്ചില്ലെങ്കിലും എന്നുള്ള അവരുടെ ആ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്, വളരെ പ്രസക്തിയുണ്ട്. കാരണം ചിലപ്പോൾ ദൈവം നമ്മളെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചില്ല എന്ന് വരും. ദൈവം വിടുവിക്കുന്നവനാണ്, ചിലപ്പോൾ വിടുവിച്ചില്ല എന്നും വരും. ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും പോലെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ രക്തസാക്ഷികളായ അനേകം ക്രൈസ്തവരെ പോലെ ഒരുപക്ഷെ നമ്മളും അവരുടെ കയ്യാൽ കൊല്ലപ്പെട്ടെന്ന് വരാം. ശരി, അങ്ങനെയാണെങ്കിലും അതാണ് അതിൻ്റെ അർത്ഥം. ഇനി അഥവാ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഇതിനെ നമസ്കരിക്കുകയില്ല. അതുതന്നെയാണ് നമ്മൾ ഇവരോടും പറയേണ്ടത്, ഈ സംഘപരിവാർ പ്രവൃത്തിയോട് പറയേണ്ടത്. അവരോട് നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ്: ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. ഇനി ഞങ്ങളെ ദൈവം വിടുവിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ ജയ് ശ്രീറാം വിളിക്കാൻ നിൽക്കുകയില്ല. ഞങ്ങൾ നിൻ്റെ പശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുകയില്ല, അല്ലെങ്കിൽ പശുവിനെ ഞങ്ങൾ തൊഴാൻ നിൽക്കുകയില്ല. അത് പുല്ല് തിന്നുന്ന മൃഗമാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഞാൻ അങ്ങനെയുള്ളവനല്ല. ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, ദൈവത്തിൻ്റെ സ്വരൂപമാണ്. ദൈവത്തിൻ്റെ സ്വരൂപമായിരിക്കുന്ന ഞാൻ ജീവനില്ലാത്ത, വിവേചനശേഷിയില്ലാത്ത, ചിന്താശേഷിയില്ലാത്ത, തിരിച്ചറിവില്ലാത്ത പുല്ല് തിന്നുന്ന ഒരു മൃഗത്തിൻ്റെ മുമ്പാകെ പോയി എൻ്റെ മഹത്വം ഞാൻ പണയം വയ്ക്കുകയില്ല, അതിനെ ഞാൻ കുമ്പിടുകയില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. മനസ്സിലായോ? ഈ ഭൂരിപക്ഷ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ദൈവങ്ങളെയോ അവരുടെ ഇത്തരം നിലപാടുകളെയോ നമ്മൾ ഒരു വിധത്തിലും അംഗീകരിക്കാൻ പാടുള്ളതല്ല. ഇത് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇത് ക്രൈസ്തവരുടെ മുമ്പിൽ ഇനിയുള്ള കാലത്ത് 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ അവരോട് സമരസപ്പെടുക, കോംപ്രമൈസ് ചെയ്യുക, അവർ പറയുന്നതൊക്കെ കേട്ട് ജയ് ശ്രീറാമം വിളിച്ച് പശു അമ്മയാണ്, കാള അപ്പനാണെന്നൊക്കെ പറഞ്ഞ് ജീവിക്കാം. അങ്ങനെ ഗോപുത്രന്മാരും കാളപുത്രന്മാരും ഒക്കെ ആയിട്ട് ജീവിക്കാം, അങ്ങനെയാകാം. അതല്ലെങ്കിൽ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ഒക്കെ എടുത്ത നിലപാട് പോലെ ശക്തമായ നിലപാടെടുത്ത്, മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം, അല്ലെങ്കിൽ രക്തസാക്ഷികളാകാം. അതാണ് ക്രൈസ്തവർ നേരിടുന്നത്. ഇനി ഈ ഇന്ത്യയിൽ ഇനി നമ്മൾ നേരിടാൻ പോകുന്ന കാര്യം ഈ രീതിയിലാണ്. കേരളത്തിൻ്റെ സുരക്ഷിതത്വത്തിലിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും പ്രശ്നമല്ല, ഇതൊക്കെ ഉത്തരേന്ത്യയിലല്ലേ, ഇതൊന്നും നമ്മളെ ബാധിക്കുകയില്ല എന്നൊക്കെ തോന്നും. വെറും തോന്നൽ മാത്രമാണ്, അങ്ങനെയൊന്നുമല്ല. എസ്തേറിൻ്റെ പുസ്തകത്തിൽ മൊർദെഖായി എസ്തേറിനോട് പറയുന്നത്, നീ രാജകൊട്ടാരത്തിൽ ഇരിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് വിചാരിക്കേണ്ട, മറ്റേ യഹൂദന്മാരെ പോലെ കൊല്ലപ്പെടില്ല, രക്ഷപ്പെടാം എന്ന ആ വിചാരമൊന്നും വേണ്ട. മനസ്സിലായി? ഇപ്പോൾ കേരളത്തിലിരിക്കുക, ഞാൻ കേരളത്തിലായതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും, ആ ചിന്തയൊന്നും വേണ്ട. ഇതൊക്കെ ഇവിടേക്കും വരും, അധികം കാലതാമസമൊന്നുമില്ല.
ഇവിടേക്കും വരും. നമ്മളും ഉത്തരേന്ത്യയിലെ പോലെ തന്നെ നമ്മളിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ നമ്മളെ എപ്പോഴും ഈ ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഞാൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ, മറ്റേതൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ തന്നെയുള്ളവനാണ്. അവൻ എൻ്റെ മേൽ പ്രത്യേക അധികാരമൊന്നുമില്ല. പിന്നെ ഭരണത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഒരു രാജ്യത്തിൽ അതിൻ്റെ ക്രമം മറ്റു കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ട് ഭരണാധികാരത്തിലേക്ക് 5 വർഷത്തേക്ക് തിരഞ്ഞെടുത്ത് വച്ചിരിക്കുന്നു. 5 വർഷം കഴിഞ്ഞാൽ ഒന്നുകിൽ ഇറങ്ങും, അല്ലെങ്കിൽ വീണ്ടും ഇരുന്നതൊക്കെ വരും. പക്ഷേ അതൊക്കെ താൽക്കാലികമാണ്, സ്ഥിരമായിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ, ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ ദൈവം പകർന്നിരിക്കെ ഞാൻ പോയിട്ട് ഈ പുല്ല് തിന്നുന്ന കാളയുടെ അല്ലെങ്കിൽ പശുവിൻ്റെ മുമ്പിൽ പോയിട്ട് തൊഴേണ്ട കാര്യമില്ല. മനസ്സിലായോ? അപ്പോൾ നമുക്ക് മനുഷ്യനെന്നുള്ള നിലയിൽ നമുക്കുള്ള അന്തസ്സ് നമ്മൾ ഈ മൃഗത്തിൻ്റെ മുമ്പിൽ അടിയറവ് വയ്ക്കാൻ നമ്മൾ തയ്യാറല്ല എന്ന് തന്നെ ധൈര്യമായിട്ട് നമ്മൾ പറയണം. ഇന്നത്തെ ഇന്ത്യയിൽ ഈ പശുവിന് കിട്ടുന്ന പരിഗണന മനുഷ്യന് കിട്ടുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ കേരളത്തിലത്തെ കാര്യം വിട്, ഉത്തരേന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണുന്നതാണ്. പുല്ല് തിന്നുന്ന മൃഗത്തിൻ്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന സംഘപരിവാറിൻ്റെ പശുരാഷ്ട്രീയത്തിനെതിരെ നമ്മൾ നിലകൊള്ളണം. മൃഗത്തിലല്ല, മനുഷ്യനാണ് ദൈവത്തിൻ്റെ സ്വരൂപമുള്ളത്. ആ മൃഗത്തിന് വേണ്ടി മനുഷ്യനെ തല്ലിക്കൊല്ലുന്നത് ശരിയല്ല എന്ന് തന്നെ നമ്മൾ പറയണം. ദൈവരാജ്യത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഇതാ ഞാൻ പറഞ്ഞത്, ലോകത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ രാഷ്ട്രീയം. അപ്പോൾ ഇത്തരം വ്യവസ്ഥിതികൾക്കെതിരെ നിൽക്കേണ്ടവരാണ് ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. നമുക്കങ്ങനെ നിൽക്കാനുള്ള ധൈര്യം ദൈവം നമുക്ക് തരട്ടെ. നമ്മൾ ഈ ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് പിന്നെ അടുത്ത സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട് ദാനിയേലിൻ്റെ കേസ്, സിംഹക്കുഴിയിലേക്ക് ദാനിയേലിനെ ഇടുന്ന കാര്യം. ഇതേപോലെ തന്നെയാണ് അവിടെയും 6-ാം അധ്യായത്തിൽ അവിടെയും കാണുന്നതാണ്, നിയമം കൊണ്ടുവരികയാണ്. നിയമനിർമ്മാണങ്ങളിലൂടെ വിശ്വാസികളെ വേട്ടയാടുന്ന പരിപാടിയാണ് അവിടെയും നമ്മൾ കാണുന്നത്. ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ പലപ്പോഴും ആക്രമിക്കപ്പെടുന്നത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിലല്ല, അതിൻ്റെ പേരിലല്ല നമ്മൾ ആക്രമിക്കപ്പെടുന്നത്, മറിച്ച് നമ്മളുടെ വിശ്വാസത്തിൻ്റെ പേരിലാണ്. കാരണം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസത്തിനെതിരെ. ഇപ്പോൾ നമ്മൾ ശൂദ്രരെ കുറിച്ചൊക്കെ കണ്ടില്ലേ. ഇനി വേറെ ഇടങ്ങളിലേക്ക് വരുമ്പോണ്ട് ശൂദ്രന് അക്ഷരാഭ്യാസം കൊടുക്കരുത്. ഗൗതമധർമ്മസൂത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, ശൂദ്രൻ അങ്ങനെ വേദം കേട്ട് കഴിഞ്ഞാൽ അവൻ്റെ ചെവിയിൽ വെളുത്തീയം ഉരുക്കി ഒഴിക്കണം എന്ന് പറയുന്നുണ്ട്. അവനത് ആ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ നാവ് അരിയണം. അവൻ ആ ശ്ലോകം ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ശരീരം നെടുകെ വെട്ടിപ്പിളർക്കണം എന്നൊക്കെയാണ് പറയുന്നത്. കേൾക്കാൻ പാടില്ല, ചെവിയിൽ ഈ ഉരുക്കി ഒഴിക്കണം. ബൈബിൾ നേരെ തിരിച്ചാണ് പറഞ്ഞത്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്. മനസ്സിലായോ? കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതുപോലെ അവൻ ആ മന്ത്രം ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ നാവ് അരിയണം. പക്ഷേ കർത്താവ് പറഞ്ഞത് എന്താണ്? നിങ്ങളിത് പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ലോകമെമ്പാടും പോയി സകല സൃഷ്ടികളെ ഇത് പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ അവനത് ഓർക്കുകയാണെങ്കിൽ അവൻ്റെ തല വെട്ടിപ്പിളരണം, അവൻ്റെ ശരീരം വെട്ടിപ്പിളരണം എന്ന് പറഞ്ഞു. കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ധ്യാനിക്കാനാണ്, ഇത് ഓർത്തുകൊണ്ടേ ഇരിക്കാനാണ്. അത് ഞാൻ പറഞ്ഞാൽ അവരൊക്കെ ലോകത്തിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അവരൊക്കെ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് ബൈബിള്. അപ്പോൾ ഈ ബൈബിളിലെ വിശ്വാസി ആ വിശ്വാസത്തിനനുസരിച്ച് നിന്നാൽ അത് മാത്രം മതി, ഓട്ടോമാറ്റിക്കായിട്ട് മറ്റവനെതിരായിട്ട് മാറും. അങ്ങനെ നിൽക്കുന്നില്ല, അതാണ് പ്രശ്നം. ക്രിസ്ത്യാനികളിന്ന് അങ്ങനെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ആ രീതിയിൽ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് അവർക്കത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. അത് ഇവർക്ക് മാത്രമല്ല, അത് റോമിലും ഇങ്ങനെ തന്നെയായിരുന്നു. റോമിൽ നിന്നല്ല, എല്ലായിടത്തും സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് നാടുകളിൽ ഇത് തന്നെയായിരുന്നു പ്രശ്നം. ഇതെല്ലാം നമുക്കെതിരായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദാനിയേലിനെതിരെ ശത്രുക്കൾക്ക് ഒരു കുറ്റവും കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം ദാനിയേൽ അഴിമതിക്കാരനല്ല, അല്ലെങ്കിൽ അവൻ ദേശദ്രോഹിയല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ പറയുന്നുണ്ട്, ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നാം ഈ ദാനിയേലിൻ്റെ നേരെ അവൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കുറ്റവും കണ്ടെത്തുകയില്ല. അപ്പോൾ ഈ തിരിച്ചറിവിൻ്റെ പുറത്ത് അവർ രാജാവിനെ സമീപിച്ച് രാജാവിനെ കൊണ്ട് പുതിയ നിയമം ഉണ്ടാക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ്. അതായത് ഒരു വിശ്വാസി അവനെ നോക്കുമ്പോൾ അവന് ഒരു കുറ്റവും അവനിൽ കാണാനില്ല, ഒരു രീതിയിൽ അവന് ഒരു കുറ്റവും കണ്ട് അവനെ ശിക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അവനെ ശിക്ഷിക്കാൻ വേണ്ടി പുതിയ നിയമം ഉണ്ടാക്കുകയാണ്. മനസ്സിലായോ? അതാണ് ഇന്ന് അവിടെയൊക്കെ നടക്കുന്നത്. മതപരിവർത്തന നിരോധന നിയമമായാലും ഗോവധ നിരോധന നിയമം എന്നൊക്കെ പറഞ്ഞ് ഓരോന്നും ഉണ്ടാക്കുന്നത് ഇതേപോലത്തെ പരിപാടിയാണ്. അപ്പോൾ ഇവരുണ്ടാക്കുന്ന നിയമം എന്താണ്? ഇനി വരുന്ന 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളയുന്നൊരു നിയമമാണ് അവർ പാസ്സാക്കിയത്. അപ്പോൾ ഇത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യവുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കണം. ഇന്ന് ഇന്ത്യയിൽ പലയിടത്തും നടക്കുന്ന കാര്യം ഇതാണ്. കാരണം ക്രിസ്ത്യാനികൾക്കെതിരെ ഇവർ പറയാൻ ഇവർക്ക് കുറ്റങ്ങൾ കാണുന്നില്ല.
വ്യക്തിപരമായിട്ട് ക്രിസ്ത്യാനികളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരുണ്ടാകും. അതല്ല പറഞ്ഞ് ഒരു സമൂഹമായിട്ട് ഒന്നടങ്കം. ഇപ്പം നമ്മൾ ജിഹാദ് നടത്തുന്നില്ല, അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള എന്തെങ്കിലും, ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ ഉന്നയിക്കാവുന്നൊരു ആരോപണമാണ് ജിഹാദ് എന്ന് പറയുന്നത്. അതുപോലത്തെ ഒന്നും ക്രൈസ്തവർക്കെതിരെ ആരോപിക്കാനില്ല. ക്രൈസ്തവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ സ്കൂളുകൾ നടത്തുന്നതായാലും ശരി, കോളേജുകൾ നടത്തുന്നു, ഹോസ്പിറ്റലുകൾ നടത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് പ്രയോജനം ചെയ്യുന്നതല്ലാതെ ദോഷകരമായതൊന്നുമില്ല. ഈ ദാനിയേലിൻ്റെ കേസ് പോലെ തന്നെ ദാനിയേലിൽ ഒരു കുറ്റം കണ്ടെത്താൻ പറ്റുന്നില്ല, അത് അപ്പോൾ നിയമം ഉണ്ടാക്കി. അതുപോലെ തന്നെ ക്രൈസ്തവരുടെ കാര്യത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യാണ്? ഒരു പുതിയ തന്ത്രം വരെയാണ് മതപരിവർത്തന നിരോധന നിയമം എന്ന് പറഞ്ഞുകൊണ്ട് നിയമങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പം ഒരുത്തൻ്റെ വിശ്വാസത്തെ തന്നെ ക്രിമിനൽ കുറ്റമാക്കുന്ന നിയമമാണിത്. ഒരുവൻ്റെ വിശ്വാസത്തെ, ആ വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള അവൻ്റെ സ്വാതന്ത്ര്യത്തെ ക്രിമിനൽ കുറ്റമാക്കി തീർക്കുകയാണ്. അപ്പം നമ്മളിത് ഓർത്തോളണം, നമ്മുടെ വിശ്വാസം കാരണം മാത്രം, വേറെ ഇതൊന്നുമല്ല, വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം നമ്മൾ വേട്ടയാടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അന്ന് ദാനിയേലിലുണ്ടായിരുന്ന ആ വിശിഷ്ടമായ ആത്മാവ് നമ്മളിലും ഉള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? ദാനിയേലിൽ അങ്ങനെ ഒരു വിശിഷ്ടമായ ആത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദാനിയേൽ വേട്ടയാടപ്പെട്ടത്. ഇന്ന് ഞാൻ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളും ചെയ്തതിൻ്റെ പേരിലൊന്നുമല്ല, എൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം ഞാൻ വേട്ടയാടപ്പെടുന്നുണ്ടെങ്കിൽ അർത്ഥം ഇതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വേട്ടയാടപ്പെടുന്നുണ്ടെങ്കിൽ പിശാച് ആ ആത്മാവിനെതിരെ, അന്ന് ദാനിയേലിൽ വ്യാപരിച്ച അതേ ആത്മാവിനെതിരെ ഇന്നിവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെയുള്ള വിശ്വാസിയുടെ പ്രതികരണം അത് ദാനിയേൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ദാനിയേൽ എന്താണ് ചെയ്യുന്നത്? ഈ നിയമം പാസ്സാക്കിയെന്ന് അറിഞ്ഞപ്പോൾ ദാനിയേൽ ചെയ്ത കാര്യം, മുറിയിൽ കയറി കതകടച്ചൊന്നും പ്രാർത്ഥിച്ചില്ല. ദാനിയേൽ രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അതാണ് നിയമം. പുള്ളി വീട്ടിൽ കയറിയിട്ട് താഴത്തെ നിലയിൽ, നിലവറയിലേക്ക് പോയില്ല, ഒന്നാം നിലയിൽ ഇരുന്നില്ല, മാളിക മുറിയിലേക്ക് പോയി. ഈ മാളിക മുറിയിൽ പോയിട്ട് ജനലൊക്കെ തുറന്നിട്ട്, അതിൻ്റെ കിളിവാതിലുകൾ തുറന്നിട്ട്, നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്, രേഖയിൽ ഒപ്പിട്ടിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന് യെരുശലേമിന് നേരെ തൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ തുറന്നിട്ട് താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജനലുകളൊക്കെ തുറന്നിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചത്? ജനലടച്ചിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ലേ? ഇല്ലേ? ജനലടച്ചിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, പക്ഷെ അവൻ പ്രാർത്ഥിച്ചു എന്നുള്ള കാര്യം മറ്റവരറിയില്ല. മനസ്സിലായ? അപ്പോൾ അറിയാൻ വേണ്ടിയാ അത്. നീ ഇങ്ങനൊരു നിയമം ഉണ്ടാക്കിയെങ്കിൽ, ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനെ തടയുന്ന നിയമം നീ ഉണ്ടാക്കിയെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, ആ നിയമം ഞാൻ ലംഘിക്കും, ആ നിയമം ഞാൻ അനുസരിക്കുകയില്ല, ഞാൻ ആ ലംഘിക്കുന്നത് നീ കണ്ടോ. അതാണ് മാളിക മുറിയുടെ മുകളിൽ പോയിട്ട്, ആ മുകളിലെ മുറിയിൽ പോയിട്ട് ജനലൊക്കെ തുറന്നിട്ട്, യെരുശലേമിനെ നേരെ തുറന്നിട്ട് പുള്ളി പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മൾ ഇത് മനസ്സിലാക്കണം, ഇതൊരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ. ഇത്തരം നിയമങ്ങൾ ഞങ്ങൾ അനുസരിക്കുകയില്ല, അത് ഞങ്ങൾ ലംഘിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ സുവിശേഷം പറയരുത്, പ്രാർത്ഥിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണിയുമായിട്ട് വരുമ്പോൾ, ഞായറാഴ്ചകളിൽ നിങ്ങൾ ഇതേപോലെ ആരാധന നടത്തരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവന്മാർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഉത്തരേന്ത്യയിൽ സഭാ ഹാളുകളിലേക്ക് കയറി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സുവിശേഷം പറയാൻ പാടില്ല, ബൈബിൾ കൊണ്ടു നടക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ദാനിയേലിനെ പോലെ ധൈര്യമുള്ളവരായി തന്നെ നിൽക്കണം. അതിനനുസരിക്കുന്നവരായിട്ടില്ല. അത്തരം നിയമങ്ങൾ നമ്മൾ അനുസരിക്കേണ്ട കാര്യമില്ല. ഞാൻ ആരെ വിശ്വസിക്കണമെന്നുള്ളത് എൻ്റെ മനസാക്ഷിയുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം എനിക്ക് തന്നത് ഭരണകൂടമല്ല, അത് ദൈവമാണ്. ദൈവം തന്ന ഈ സ്വാതന്ത്ര്യത്തെ എടുത്തു മാറ്റാൻ ഒരു ഭരണകൂടത്തിനും സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ തുറന്നിട്ട ജനാലകളുമായി ജീവിക്കുന്ന വിശ്വാസികളായിട്ട്, രഹസ്യവിശ്വാസികളായിട്ടല്ല, വെളിപ്പെട്ട സാക്ഷ്യത്തോടു കൂടെയുള്ള വിശ്വാസികളായിട്ടാണ് ഇതിനെ നേരിടേണ്ടത്. അപ്പോൾ ദാനിയേൽ നിയമം ലംഘിച്ചു കഴിഞ്ഞപ്പോൾ ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. ഈ സിംഹങ്ങളെന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ ആയുധങ്ങളാണ്. ഇന്നുകൊണ്ട് ഇത്തരം സിംഹങ്ങൾ, ഈ സിംഹമായിട്ടല്ല, മൃഗമായിട്ടല്ല, വേറെ പേരിലൊക്കെയാണ്. പോലീസ്, കോടതി, ED, ഇൻകം ടാക്സ്, ഇങ്ങനെയൊക്കെയുള്ള പേരിലാണ് ഇത്തരം സിംഹങ്ങൾ ഇന്നുള്ളത്. ഭരണകൂടത്തിന് വേണ്ടി നമ്മളെ വേട്ടയാടാൻ, അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ എതിരാളികളെ വേട്ടയാടാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത്തരം ഇനി സിംഹങ്ങൾ മാത്രമല്ല, തെരുവ് പട്ടികളുണ്ട് വേറെ, ഭരണകൂടത്തിന് വേണ്ടി തന്നെയാണ് തെരുവ് പട്ടികൾ. അത് സേനകൾ, ദള്ളുകളൊക്കെയാണ്, ഹനുമാൻ സേന, ബജ്രംഗ് ദൾ എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് അത്തരം തെരുവ് പട്ടികളൊക്കെ ഉള്ളത്. സിംഹങ്ങളും തെരുവ് പട്ടികളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നമുക്കെതിരായിട്ട് വരും. അപ്പോൾ ഈ സിംഹക്കുഴിയിൽ ദാനിയേലിനെ ഇട്ടപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിച്ചു. എന്താണ്? ദൈവം സിംഹങ്ങളുടെ വായടച്ച്, തൻ്റെ ദൂതനെ അടച്ച് ദൈവങ്ങളുടെ വായടച്ച് കളഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. സിംഹങ്ങൾ നമുക്കറിയാം, വിശപ്പുള്ള സമയത്ത് അത് ഏത് ജീവിയെയും തിന്നുന്നതാണ്, അങ്ങനെയുള്ള മൃഗമാണത്. പക്ഷേ ദാനിയേലിനെ അതിനകത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ തൊട്ടില്ല. അതായത് ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ ഒരു സിംഹത്തിനും
ദൈവമക്കളെ തൊടാൻ സാധിക്കുകയില്ല. ഭരണകൂടത്തിൻ്റെ ഉപകരണങ്ങൾ എത്ര ശക്തമായിക്കോട്ടെ നമ്മൾ അടിച്ചമർത്താൻ വേണ്ടിയുള്ളത്, ദൈവം അനുവദിക്കാത്ത കാലത്തോളം അതൊന്നും നമുക്കൊരു ദ്രോഹവും ചെയ്യുകയില്ല. ഈ ഭരണകൂടം വിചാരിക്കുന്നത് സിംഹങ്ങൾ അവരുടെ നിയന്ത്രണത്തിലാണെന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളായിരിക്കുന്നവർ വിചാരിക്കുന്നത് അങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ, ഇതിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കാമെന്നാണ്. പക്ഷേ ഈ സംഗതി ട്വിസ്റ്റ് പിന്നെയാണ് വരുന്നത്. നമുക്കെല്ലാം ഇത് അറിയാവുന്നതാണ്, എങ്കിലും ഞാനതിന് വേറെ രീതിയിലൊന്നും അവതരിപ്പിക്കുന്നേ ഉള്ളൂ, രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. ദാനിയേൽ 6:24 വരുമ്പോൾ ഈ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെയും അവരുടെ മക്കളെയും ഭാര്യമാരെയൊക്കെ കൊണ്ടുവന്ന് സിംഹക്കുഴിയിലിട്ടു. അവർ നിലത്തെത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ചു. ഇത്തരം നിയമങ്ങളുമായിട്ട് ഈ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് നിയമങ്ങളും നുണകളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ അവസാനം അവർ കുഴിച്ച കുഴിയിൽ തന്നെ അവർ വീഴും, ചരിത്രം ആവർത്തിക്കും. ഇവർ ഈ സിംഹങ്ങളെയൊക്കെ അഴിച്ചു വിടുമ്പോൾ അവർ ഓർക്കുന്നില്ല ഈ സിംഹങ്ങൾക്കൊന്നും യജമാന സ്നേഹമില്ല. അതെപ്പോൾ വേണമെങ്കിൽ യജമാനെതിരെയും തിരിയും. ഇവർ അധികാരത്തിലിരിക്കുന്നത് കാലാകാലത്തേക്കൊന്നുമല്ല, നിത്യത മുഴുവനും ഇവർ ഈ സിംഹാസനത്തിൽ ഇരിക്കുമൊന്നുമില്ല. ഇലക്ഷൻ വരുന്ന സമയത്ത് മാറും. ഇവരൊക്കെ പുറത്തിറങ്ങട്ടെ, ഇതേ സിംഹങ്ങൾ ഇവർക്കെതിരെ തിരിയുന്നത് കാണാം. മനസ്സിലായോ? ഇതേ പോലീസും ഇതേ CBIയും ഇതേ കോടതിയും ഇതേ EDയും ഒക്കെ ഇവർക്കെതിരെയും തിരിയും. ദാനിയേലിൻ്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. ഈ സിംഹങ്ങൾക്ക് യജമാന സ്നേഹമില്ല, അവസാനം അഴിച്ചു വിട്ടവരെ തന്നെ തിന്നു തീർക്കും. അപ്പോൾ ഇത് നമ്മൾ മറക്കരുത്, നമ്മൾ ഭയപ്പെട്ടു പോകരുത്. ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയിൽ പശുരാഷ്ട്രീയത്തിൻ്റെയും പീഡനങ്ങളുടെയും നടുവിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്: നമ്മൾ ഭയപ്പെടരുത്. അവർ വിശുദ്ധമെന്ന് കരുതുന്നവയെ, അധികാരത്തിൻ്റെ ചിഹ്നങ്ങളെ നാം ഒരിക്കലും ഭയപ്പെടരുത്. ഈജിപ്തും ബാബിലോണും റോമും ഒക്കെ വീണുപോകും, പക്ഷേ ദൈവത്തിൻ്റെ കല്ല്, കൈ തൊടാതെ പറഞ്ഞു വന്ന ദൈവത്തിൻ്റെ കല്ലുണ്ടല്ലോ, അത് സകലത്തെയും ജയിക്കും. ഈ ഭരണകൂടങ്ങളെല്ലാം പോകും. ദാനിയേൽ അതാണ് പറയുന്നത്, ഈ രാജാക്കന്മാരുടെ കാലത്ത് ദൈവം ഒരു നിത്യമായ രാജ്യം സ്ഥാപിക്കും. അപ്പോൾ നമ്മുടെ ദൈവം സിംഹങ്ങളുടെ ഗുഹയിലും തീച്ചൂളയിലും ഇറങ്ങി വരുന്ന ദൈവമാണ്. പീഡനങ്ങൾ വർദ്ധിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അത് ഫറവോന്മാരുടെ അന്ത്യം അടുത്തു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ദൈവജനത്തിൻ്റെ വിടുതൽ അടുത്തിരിക്കുന്നു, വാതിൽപ്പടിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. പശുവിനെ സംരക്ഷിക്കാൻ മനുഷ്യനെ കൊല്ലുന്ന ഈ സംസ്കാരത്തിൽ മനുഷ്യന് വേണ്ടി ജീവൻ കൊടുത്ത കർത്താവിൻ്റെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കണം നാം. ഇവർ മൃഗത്തിന് വേണ്ടി മനുഷ്യനെ കൊല്ലുകയാണ്, അതാണ് ഇവരുടെ സംസ്കാരം. എന്നാൽ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കൊടുത്ത ഒരു കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് ക്രൈസ്തവരുടെ സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ കടമപ്പെട്ടവരാണ്. ശത്രുവിൻ്റെ ഹൃദയം കൂടുതൽ കൂടുതൽ കഠിനമാകുമ്പോൾ അത് കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട. നമ്മൾ വായിക്കുന്നുണ്ട്, ഫറവോൻ്റെ ഹൃദയം കൂടുതൽ കൂടുതൽ കഠിനമാകുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അത് കൂടുതൽ കൂടുതൽ കഠിനമാകും തോറും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആധുനിക ഫറവോമാർക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ വിശ്വാസത്താൽ ഉറച്ച് നമുക്ക് ജീവിക്കാം. സുവിശേഷം അറിയിച്ചുകൊണ്ട് തന്നെ ജീവിക്കാം. ദൈവത്തിൻ്റെ നിയമത്തിനെതിരായിട്ട് ഇവർ ഏതൊക്കെ തരം നിയമങ്ങൾ കൊണ്ടുവന്നാലും അതനുസരിക്കേണ്ട ബാധ്യത നമുക്കില്ല. അതിനെ ലംഘിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം. ദൈവം അതാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവത്തിന് പ്രസാദകരമായ കാര്യം എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.